ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസംബറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിസംബറിൽ 2020 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത് സിനാരിയോ ബേസ്ഡ് ആണ്. ഒറ്റ സിനാരിയോ എനിക്ക് തോന്നുന്നു 8 ക്വസ്റ്റ്യൻസ് ആണെന്ന് തോന്നുന്നു. 8 ക്വസ്റ്റ്യൻസ് ആണ് വരിക. ആൻഡ് പിന്നെ ക്വസ്റ്റ്യൻ എങ്ങനെ വരാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഒരു ഇപ്പം April 7th എക്സാം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ April 7th ഓൾമോസ്റ്റ് ലൈക്ക് 2:30 ആകുമ്പോഴേക്കും നിങ്ങളുടെ മെയിലിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മെയിലിലേക്ക് ക്വസ്റ്റ്യന്റെ ആ ഒരു ലിങ്ക് വരും. ആ ഒരു ലിങ്കിൽ കയറുക. അതിന്റെ പ്രോസസ്സൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിനൊരു സെക്ഷൻ വെക്കുന്നതാണ്, എങ്ങനെയാണ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു മെയിൽ വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം April 7th ആകുമ്പോൾ ഉച്ചയ്ക്ക് ഒരു 2:30 ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരും നിങ്ങളുടെ ഒരു ലിങ്കിലേക്ക്. ആ ലിങ്കിൽ നിന്നാണ് നിങ്ങളത് കയറുന്നു, അവിടെ ഡൗൺലോഡ് ചെയ്യുന്നു. ഡൗൺലോഡ് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും, ഇതിന്റെ കൂടെ തന്നെ ഒരു ആൻസർ ടെംപ്ലേറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഒരു വേർഡിൽ ഒരു ആൻസർ ടെംപ്ലേറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അപ്പൊ ആ ആൻസർ ടെംപ്ലേറ്റിലാണ് നിങ്ങൾ ആൻസർ എഴുതേണ്ടത്, വേറെ വേർഡിലല്ല. ആ ഒരു സെയിം ആൻസർ ടെംപ്ലേറ്റ് ഗിവൺ ബൈ നെബോഷ്, അതിന്റെ അകത്ത് തന്നെ വേണം നിങ്ങൾ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ ആൻസർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, നിങ്ങൾ ആസ് സൂൺ ആസ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുക്കാൻ നോക്കുക. പ്രിന്റ് ഔട്ട് എടുക്കാൻ നോക്കാന്ന് പറയുമ്പോൾ ജസ്റ്റ് യു ക്യാൻ ആസ്ക് യുവർ ഫ്രണ്ട്, ആ ഒരു ആരെങ്കിലും ഫ്രണ്ടിനെ കൊണ്ട് നിങ്ങൾ പോയി എടുക്കണം എന്നല്ല പറയുന്നത്. നിങ്ങളവിടെ ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനോട് പോയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് പ്രിന്റ് ഔട്ട് എടുക്കുക. കാരണം ഒരു ഹാർഡ് കോപ്പി നമ്മൾ കയ്യിലിരുന്ന് നോക്കി എഴുതുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും സോഫ്റ്റ് കോപ്പി റെഫർ ചെയ്യാൻ മറിച്ച് നോക്കുക എന്ന് പറഞ്ഞാൽ അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഈവൻ ലാപ്ടോപ്പ് ആണെങ്കിലും ബാക്കിയുള്ളതൊക്കെ ഉണ്ടെങ്കിലും ബട്ട് സ്റ്റിൽ ഒരു ഹാർഡ് കോപ്പി കയ്യിലിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഫോളോ ചെയ്ത ഒരു രീതി അതാണ്. ഹാർഡ് കോപ്പി നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി എഴുതുന്നതാണല്ലോ. അപ്പൊ അതുകൊണ്ടൊരു ഹാർഡ് കോപ്പി പ്രിന്റ് ഔട്ട് എടുക്കാൻ പറയാം. ഫസ്റ്റ് തിങ് യു ഹാവ് ടു ഡു, ജസ്റ്റ് ഏതെങ്കിലും ഒരു ഫ്രണ്ടോ ആരോടെങ്കിലും ഒന്ന് പറയുക, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി കഴിയുമ്പോൾ അവർക്കൊന്ന് അയച്ചു കൊടുക്കുക, അവരോട് ഒന്ന് പ്രിന്റ് ഔട്ട് എടുക്കാൻ പറയാം. കാരണം അതിന്റെ അകത്ത് ഹാർഡ് കോപ്പി കയ്യിലിരിക്കുന്നതാണ് കുറച്ചും കൂടെ നമുക്ക് കംഫർട്ടബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, മീൻ ടൈം നിങ്ങൾ എന്താ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം ലൈക്ക് ഒരു 2:30 നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 3:30 ഒക്കെ ആകുമ്പോഴേക്കും അല്ലെങ്കിൽ 3:45 ഒക്കെ ആകുമ്പോഴേക്കും വി വിൽ ബി ഹാവിങ് എ ഗൂഗിൾ മീറ്റ് ഉണ്ടാവും, സെയിം ലൈക്ക് ദിസ്. നമ്മൾ അതിൽ ഒരു 1.5 hours 2 hours നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഡിസ്കഷനിലേക്ക് പോകും. ആ ഒരു ഡിസ്കഷൻ കഴിഞ്ഞിട്ടായിരിക്കും വി ക്യാൻ സ്റ്റാർട്ട് റൈറ്റിംഗ്. അപ്പൊ ആ ഒരു ഡിസ്കഷന്റെ സെക്ഷൻ റെക്കോർഡഡ് ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. റെക്കോർഡഡ് എന്ന് പറയുമ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് ജസ്റ്റ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഫോർ അത് ഷെയർ ചെയ്യാൻ പാടില്ല, കാരണം വേറെ ആർക്കും അത് അയച്ചു കൊടുക്കാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ. കാരണം ഈ വക പരിപാടികളൊന്നും നെബോഷ് പ്രൊമോട്ട് ചെയ്യുന്നതല്ല. ആക്ച്വലി നെബോഷ് ട്യൂട്ടർ സപ്പോർട്ടിങ് ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായിട്ടും അവരുടെ ഗൈഡ് ലൈൻസിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ബി കോൺഫിഡൻഷ്യൽ അബൌട്ട് ദാറ്റ്. കാരണം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് നെബോഷ് എങ്ങനെ മറിഞ്ഞു കഴിഞ്ഞാൽ ദറ്റ് വിൽ എഫക്ട് യു ആസ് വെൽ എസ് മീ. എന്റെ അസോസിയേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ പോകും. അതുപോലെ നിങ്ങളുടെ റിസൾട്ടും ബാൻ ആവാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഷെയർ ചെയ്യാൻ പാടില്ല. ജസ്റ്റ് കീപ് ഇറ്റ് പേഴ്സണൽ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് യു ക്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കായിട്ട് പറഞ്ഞു കൊടുക്കാം, അതിൻ്റെ അകത്ത് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ. അല്ലാതെ ഞാൻ അയച്ചു തരുന്ന വോയിസ് ക്ലിപ്പോ അല്ലെങ്കിൽ നമ്മുടെ മീറ്റിംഗിന്റെ കാര്യങ്ങളോ ഒന്നും ഔട്ട്സൈഡുമായിട്ട് ഷെയർ ചെയ്യാൻ പാടില്ല. കാരണം അത് സ്ട്രിക്ട്ലി പാടില്ലാത്ത കാര്യം. പിന്നെ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും ഒരു ക്വസ്റ്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നതല്ല, ജസ്റ്റ് അതിന്റെ ഗൈഡ് ലൈൻസും ഇൻസ്ട്രക്ഷൻസും പറയുന്നതാണ്. യു ക്യാൻ എക്സ്പെക്ട് ദ സെയിം പാറ്റേൺ. ആൻഡ് യു ആർ നോട്ട് എക്സ്പെക്ടഡ് ടു റൈറ്റ് മോർ ദാൻ 3,000 വേർഡ്സ് ഇൻ ടോട്ടൽ. ഓവറോൾ 100 മാർക്കിന് പറയുന്നതാണ് 3,000 എന്ന് പറയുന്നത്. എന്ന് വെച്ച് 3,000 വേർഡ്സ് എത്തിയാൽ പാസ്സാകും എന്നുള്ളതല്ല കേട്ടോ. അവർക്ക് വേണ്ടത് കീ കണ്ടന്റ് ആണ്. കീ കണ്ടന്റ്സ് വന്നു കഴിഞ്ഞാലേ പാസ്സാവുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച് 3,000 വേർഡ്സ് എത്തിയാൽ പാസ്സാവും എന്നല്ല. അതിനർത്ഥം 2,500 വേർഡ്സ് എഴുതി കഴിഞ്ഞാൽ ഫെയിൽ ആവും എന്നല്ല കേട്ടോ. 2,500 വേർഡ്സ് എഴുതി കീ കണ്ടന്റ്സ് ഉണ്ടെങ്കിൽ അതിലും പാസ്സാവും. 2,500 വേർഡ്സ് എഴുതി അതിൽ കീ കണ്ടന്റ്സ് ഉണ്ടെങ്കിൽ അതും പാസ്സാവും, ഫോർ ഷുവർ ആണ്. ഇവരുടെ ഒരു മാർക്കിംഗ് എന്ന് പറയുന്നത്, ഇൻ ജനറൽ 1 mark is given for the correct technical point that is clearly demonstrated. അതാണ് in general 1 mark is given for the correct technical point. അപ്പോൾ ഓരോ പോയിന്റിനും ഓരോ മാർക്ക്, അതാണ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. 1 mark is given to correct technical point, അതാണ് വരുന്നത്. And it will technical point that is clearly demonstrated. Avoid writing too little as this will make it difficult for the examiner to award marks.
തീരെ കുറച്ച് എഴുതുന്നത് മാക്സിമം ഒഴിവാക്കുക. അവോയ്ഡ് റൈറ്റിംഗ് ടു ലിറ്റിൽ. ഓക്കെ, തീരെ എഴുതുന്നത് മീൻസ് കുറച്ച് എഴുതുന്നത് മാക്സിമം ഒഴിവാക്കുക. നമുക്കൊരു കംപ്ലീറ്റ് ഒന്നെങ്കിൽ ഒരു പാരഗ്രാഫ് വൈസ് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ് വൈസ് എഴുതാം, എനിത്തിങ്. ബട്ട് ഞാൻ കൂടുതൽ ഗീവിംഗ് മോർ ഇമ്പോർട്ടൻസ് ടു പോയിന്റ് വൈസ് എഴുതാം. പോയിന്റ് വൈസ് എഴുതാൻ പറ്റാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് പാരഗ്രാഫ് എഴുതുക എന്നുള്ളത്. ഇനി അതെന്താണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് പോയിന്റ് വൈസ് എഴുതുന്നത്, എങ്ങനെയാണ് പാരഗ്രാഫ് വൈസ് എഴുതുന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇതാണ് ഏകദേശം ഉള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. ഇപ്പോൾ വിൻ ചെയ്യാനുള്ള മിനിമം മാർക്ക് എന്ന് പറയുന്നത് ആക്ച്വലി നെബോഷ് 45 ആണ് കഴിഞ്ഞ 3 എക്സാമിന്റെയും വിൻ ചെയ്യാനുള്ള ഒരു മാർക്ക് വെച്ചിരിക്കുന്നത്. ഓക്കെ, 45 എന്ന് പറയുന്നതാണ് വിൻ ചെയ്യാനുള്ള ഒരു മാർക്ക് വെച്ചിരിക്കുന്നത്. ബട്ട് ഒരു 45 എന്ന് പറയുന്നത് എല്ലാ ടൈമും 45 ആകണമെന്നില്ല. നെബോഷിന്റെ ഒരു ഗൈഡ് ലൈൻസ് പ്രകാരം അവരൊരു പാസ് പെർസെന്റേജ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ലൈക്ക് നമ്മുടെ PSCന്റെ എക്സാം ഒക്കെ പോലെ ഒരു കട്ട് ഓഫ് മാർക്കാണ് അവർ പ്ലാൻ ചെയ്തത് ആദ്യം. അപ്പം അവർക്ക് ഈ ഓപ്പൺ ബുക്ക് ആയതുകൊണ്ട് തന്നെ ഓവറോൾ പാസ് പെർസെന്റേജ് നോക്കിയിട്ടാണ് അവർ ഈ ഒരു പാസ് മാർക്ക് ഫിക്സ് ചെയ്യുന്നത്. ബട്ട് ഫോർ ലാസ്റ്റ് 3 എക്സാം ലാസ്റ്റ് വന്നതിന്റെ ഒക്കെ 45 ആണ് വിൻ മാർക്ക് എന്ന് പറയുന്നത്. 45 താഴെയുള്ള ആൾക്കാർ ഫെയിൽ ആവുന്നു, 45 അബവ് ഉള്ള ആൾക്കാർ പാസ് ആവുന്നു. അത് എപ്പോഴും അത് തന്നെ ആകണമെന്ന് നിർബന്ധമില്ല. ഇറ്റ് ക്യാൻ ചേഞ്ച്. അതാണ് വരുന്നത്. നമ്മളൊരു ഈ PSC എക്സാമിന്റെ ഒരു കട്ട് ഓഫ് മാർക്ക് പോലെയാണ് ഇപ്പോൾ അവർ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. പാസ് പെർസെന്റേജ് കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഇപ്പം ഏറ്റവും കൂടുതലാണെങ്കിൽ അവരെന്ത് ചെയ്യും, അതിനെ ലിമിറ്റ് ചെയ്യാൻ തരത്തിലുള്ള ഒരു കട്ട് ഓഫ് മാർക്ക് അവിടെ ഫിക്സ് ചെയ്യും. അതിനുശേഷം പിന്നെ അത് കുറച്ചുകൊണ്ട് വരും. അതാണ് വരുന്നത്. അപ്പം ഈ സിനാരിയോയിലേക്ക് പോവാം. ഈ സിനാരിയോ എന്ന് പറയുന്നത് നമ്മുടെ കൊറോണ വൈറസിന്റെ ആ ഒരു സിറ്റുവേഷനാണ്. അപ്പൊ അതാണ് ഒരു റെലവന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും അവർ ഡിസ്കസ് ചെയ്യുന്നത്. റെലവന്റ് എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ ഒരു കറന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനൊക്കെ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അവർ സിറ്റുവേഷൻ അസസ് ചെയ്യാൻ വേണ്ടി അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ ഇടും. അപ്പം ഓവർ റീസൺ മന്ത്സ് സിനാരിയോ പറയുന്നതാണ്. ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ഓൾമോസ്റ്റ് എവറി കൺട്രി ഇൻ ദ വേൾഡ് ഹാവ് ബീൻ affected by the spread of virus. Situation has been categorized as a global pandemic and has led to national emergencies. Okay, situation has been categorized as a global pandemic and led to national emergencies. Scientists discover more and more every day about how the virus works. However, the current understanding is that the virus is very easily transmitted through the physical contact. ആ ഒരു വൈറസിനെ കുറിച്ച് പറയുന്നതാണ് അതെങ്ങനെ ട്രാൻസ്മിഷൻ. ഇതിന്റെ അകത്ത് നമുക്ക് ഒന്നും പ്രത്യേകിച്ച് എടുക്കാനൊന്നുമില്ല. അതാണ് ഇങ്ങനെ നിൽക്കുന്നത്, ഞാൻ ഓടിച്ചു വിടുന്നത്. Virus is easily transmitted through physical contact and breathing in the respiratory droplets. In most cases, the virus leads to mild illness in the young, fit and healthy. അതായത് യങ് പീപ്പിൾസിന് ചെറിയ ഇഷ്യൂസ് ഉണ്ടാവുള്ളൂ. മൈൽഡ് ഇൽനെസ് ഇൻ ദ യങ്, ഫിറ്റ് ആൻഡ് ഹെൽത്തി. ബട്ട് ക്യാൻ കോസ് സിവിയർ ഇൽനെസ് ആൻഡ് ഈവൻ ഡെത്ത് ഫോർ ദ അതേഴ്സ്. അതാണ് ആ വൈറസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മുടെ കൊറോണ വൈറസിന്റെ കഥ പറയുന്നതാണ്. ഓക്കെ, അപ്പൊ അതാണ് മെയിൻലി വരുന്നത്. Official guidance on how to control the virus is also subjected to change as the science evolves. Official guidance on how to control the virus is also subject to change as the science evolve, and the exact details can depend on which country you are in and even which part of the country. But at the current time, in your location, primary control measures that are recommended against the spread of virus are keeping physical distance between the people, social distancing maintain ചെയ്യുക. അതിനുള്ള കൺട്രോൾ മെഷേഴ്സ് പറയുന്നതാണ്. ജനറൽ ഹൈജീൻ മെഷേഴ്സ് ഫോളോ ചെയ്യുക. വിയറിംഗ് ഫേസ് മാസ്ക് ഈസ് ഓൾസോ റെക്കമെൻഡഡ് ഇൻ സം സർക്കംസ്റ്റാൻസസ് ആസ് ആൻ അഡീഷണൽ കൺട്രോൾ മെഷേഴ്സ്. ഇതാണ് മെയിൻലി പറയുന്ന കൺട്രോൾ മെഷേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതും ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനിയാണ് നമ്മുടെ ഒരു ഇതിലേക്ക് വരുന്നത്. ഓക്കെ, യു ആർ ദ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അഡ്വൈസർ ഫോർ എ മീഡിയം സൈസ്ഡ് ഇൻഷുറൻസ് കമ്പനി. ഇനിയാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. യു ആർ എ അപ്പം യു ആർ എ എല്ലാ ക്വസ്റ്റ്യൻസും മിക്കതും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി തന്നിട്ടുണ്ടാവും. നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു ആൾക്കാരായിരിക്കും. അപ്പം ആൻസർ എഴുതുന്നതും ആ ഒരു നിങ്ങളുടെ ഒരു പ്രോസ്പെക്റ്റീവിലൂടെ ആയിരിക്കണം, നിങ്ങളുടെ ഒരു വ്യൂവിലൂടെ ആയിരിക്കണം.
You are a health and safety advisor for a medium-sized insurance company. Okay, you are a health and safety advisor for a medium-sized insurance company that has certification to an internationally recognized occupational health and safety management system. No chalanda. That has a certification to an internationally recognized occupational health and safety management system standard. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിക്ക് എന്തുണ്ട്? ISO സർട്ടിഫിക്കേഷൻ ഉണ്ടെന്നുള്ളത്. നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിക്ക് ISO സർട്ടിഫിക്കേഷൻ ഉണ്ടെന്നുള്ളത്. ഓക്കെ, ആൻഡ് സംതിങ് വിച്ച് ഓവർ ഇയേഴ്സ്, അപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് ഈ ISO സർട്ടിഫിക്കേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. കുറച്ച് കാലങ്ങളായിട്ട് ഈ ISO സർട്ടിഫിക്കേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. സംതിങ് വിച്ച് ഓവർ ദ ഇയേഴ്സ് ഹാസ് മെയ്ഡ് ദ ഓർഗനൈസേഷൻ മോർ എഫിഷ്യന്റ് ആൻഡ് അട്രാക്റ്റഡ് സം ഇമ്പോർട്ടന്റ് കോർപ്പറേറ്റ് ക്ലയൻസ്. ഓവർ ദ ഇയേഴ്സ്, ഓക്കെ, ഓവർ ദ ഇയേഴ്സ് has made the organization more efficient and attracted some more important clients. അപ്പോൾ കുറച്ച് അത്യാവശ്യം നല്ല ക്ലയൻസിനെയും കിട്ടിയിട്ടുണ്ട്. കാരണം എന്താണ്? നമുക്ക് ഈ ഒരു ISO സർട്ടിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് മാത്രം, ഈ ഒരു ISO സർട്ടിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ ക്ലയൻസിനെ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് കോർപ്പറേറ്റ് ക്ലയൻസിനെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, യു നോർമലി വർക്ക് ഇൻ ആൻ ഓഫീസ് ബിൽഡിംഗ്. അതാണ് നിങ്ങളുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. ഒരു ഓഫീസ് ബിൽഡിംഗിലാണ് വർക്ക് ചെയ്യുന്നത്. ബട്ട് ഇൻ ഓർഡർ ടു കൺട്രോൾ ദ സ്പ്രെഡ് ഓഫ് വൈറസ് ത്രൂ ഫിസിക്കൽ കോണ്ടാക്ട്, ഇൻ ഓർഡർ ടു കൺട്രോൾ ദ സ്പ്രെഡ് ഓഫ് വൈറസ് ത്രൂ ഫിസിക്കൽ കോണ്ടാക്ട് ആൻഡ് പ്രൊട്ടക്ട് പീപ്പിൾ, you and all other office workers were following current government instructions to work from home. ആ ഒരു കൊറോണ ടൈമിൽ എന്തായി? നിങ്ങളും ബാക്കി എല്ലാവരും ഈ ഒരു ഇൻസ്ട്രക്ഷൻ, ഗവൺമെന്റ് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്തു. എല്ലാവരും എന്തായി? വർക്ക് ഫ്രം ഹോം ആയി. ഓക്കെ, യു ആൻഡ് എവിടെ സ്പ്രെഡ് ഓഫ് ദ വൈറസ് ത്രൂ ഫിസിക്കൽ കോണ്ടാക്ട് ആൻഡ് പ്രൊട്ടക്ട് പീപ്പിൾ. You and other office workers are following current government instructions to work from home. In addition, it is anticipated that being away from the busy office environment will reduce work-related incidents, near-miss accidents, health, property damage, and any possible investigation, enforcement actions, and civil claims that would have been arisen. അതായത് സംഭവം എന്ന് പറഞ്ഞാല് നിങ്ങള് വർക്ക് ഫ്രം ഹോമിലേക്ക് ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് ആണ് ഈ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോമിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയാം ഒരു തരത്തിൽ, ദാറ്റ് ഗിവൺ ടു എ പീപ്പിൾ. നമുക്ക് ആൾക്കാർക്ക് കിട്ടുന്ന വർക്ക് ഫ്രം ഹോമിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാ? ഇൻ അഡീഷൻ, ഇറ്റ് ഈസ് ആന്റിസിപ്പേറ്റഡ് ദാറ്റ് അവേ ഫ്രം ദ ബിസി വർക്കിംഗ് എൻവയോൺമെന്റ്, ഓക്കെ, ഒരു ബിസി ഓഫീസിന് ദൂരെ ആയി കഴിഞ്ഞാൽ കിട്ടുന്ന ബെനിഫിറ്റ് എന്താ? വർക്ക് റിലേറ്റഡ് ഇൻസിഡൻസ്. കാരണം നമ്മളൊരു ടൗണിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താണ്? അപകടം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം വർക്ക് ഫ്രം ഹോം ആണ്, അപ്പൊ എന്തായി? അപകടം ഉണ്ടാകുന്നില്ല, അല്ലെ? അതൊരു ബെനിഫിറ്റ് ആണ്. നിയർ മിസ്, ഓക്കെ, ജസ്റ്റ് മിസ്, വണ്ടി കൊണ്ട് ഇടിക്കാനുള്ള സകലമാന ചാൻസും ഉണ്ട്. ജസ്റ്റ് മിസ് ഉണ്ടാവുന്ന കുറെ കാര്യങ്ങളുണ്ട്, അത് നമുക്ക് ഒഴിവാക്കാം. ആക്സിഡൻസ്, ഇൽ ഹെൽത്ത്, പ്രോപ്പർട്ടി ഡാമേജ്, വണ്ടി കൊണ്ട് വേറെ വണ്ടിക്ക് ഇടിക്കാം, അല്ലെങ്കിൽ വണ്ടി കൊണ്ട് പ്രോപ്പർട്ടിക്ക് ഇടിക്കാം, ബിൽഡിങ്ങിൽ ഇടിക്കാം, പ്രോപ്പർട്ടി ഡാമേജസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പം വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് എന്താണ്? ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒഴിവായി ഇരിക്കാൻ പറ്റും. അപ്പൊ അത് മീൻസ് അതിങ്ങനെ ആക്സിഡൻസ് നമുക്ക് ഒഴിവാക്കാം. ആക്സിഡൻസ് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താ? അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലീഗൽ കോൺസിക്വൻസ് നമുക്ക് ഒഴിവാക്കാൻ വരും. ലൈക്ക് പോസിബിൾ ഇൻവെസ്റ്റിഗേഷൻ, എൻഫോഴ്സ്മെന്റ് ആക്ഷൻ, സിവിൽ ക്ലെയിംസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. എന്തുകൊണ്ടാ? ജസ്റ്റ് നമ്മൾ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട്, വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ട്. അങ്ങനെ ബിസി വർക്കിംഗ് എൻവയോൺമെന്റ്, ഹെക്ടിക്കും സ്ട്രെസ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ അകത്ത് ഒഴിവാക്കാൻ പറ്റും. അതാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. പിന്നെ വരുന്നതാണ് യു ഹാവ് റിട്ടൺ എ പ്രൊസീജിയർ. നിങ്ങൾ അവിടുത്തെ ആരാണ്? ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അഡ്വൈസർ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? യു ഹാവ് റിട്ടൺ എ പ്രൊസീജിയർ ആൻഡ് ഗൈഡൻസ് ഓൺ ദ ബെസ്റ്റ് പ്രാക്ടീസ് ഫോർ ഹോം വർക്കിംഗ്. യു ഹാവ് റിട്ടൺ എ പ്രൊസീജിയർ ആൻഡ് ഗൈഡൻസ് ഓൺ ദ ബെസ്റ്റ് പ്രാക്ടീസ് ഫോർ home working, okay, including workstation set up in the home working environment. അതാണ് അടുത്തൊരു സംഭവം എന്ന് പറയുന്നത്. ഇൻക്ലൂഡിങ് എ വർക്ക് സ്റ്റേഷൻ. നിങ്ങളൊരു
ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസും അല്ലെങ്കിൽ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് വർക്ക് ഫ്രം ഹോമിന് വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾ അവിടുത്തെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അഡ്വൈസർ ആണല്ലോ. അപ്പം അവിടെയുള്ള എംപ്ലോയീസിനൊക്കെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു റിട്ടേൺ പ്രൊസീജിയർ ആൻഡ് ഗൈഡൻസ് ഓൺ ദ ബെസ്റ്റ് പ്രാക്ടീസ് ഫോർ ഹോം വർക്കിംഗ്. ബെസ്റ്റ് പ്രാക്ടീസ് ഫോർ ഹോം വർക്കിംഗ് ഇൻക്ലൂഡിംഗ് വർക്ക് സ്റ്റേഷൻ സെറ്റപ്പ്. എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വർക്ക് സ്റ്റേഷൻ വീട്ടിൽ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഗൈഡൻസ് ഹാവ് ബീൻ ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഓൾ ദ വർക്കേഴ്സ്. എല്ലാ ആൾക്കാർക്കും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഓർഗനൈസേഷൻ ഈസ് മേക്കിംഗ് widespread use of technology to enable remote home working, including video conferencing facilities for business meetings and client contacts. അതാണ് വരുന്നത്. Organization is making widespread use of technology. Okay, widespread use of technology to enable remote home working, ഇൻക്ലൂഡിംഗ് വീഡിയോ കോൺഫറൻസിങ്. അതൊക്കെ അവര് ഹോം ബേസ്ഡ് വർക്കിംഗ് ആയിട്ട് ഒരു മാക്സിമം ഇന്റർനെറ്റിനെ യൂസ് ചെയ്യാണ്. ഓക്കെ, എല്ലാം വീട്ടിലിരുന്ന് തന്നെ ചെയ്യാനുള്ള മാക്സിമം ടെക്നോളജീസ് അവർ ഇംപ്ലിമെന്റ് ചെയ്യാണ്. വീഡിയോ കോൺഫറൻസിങ് ഫെസിലിറ്റീസ്, ബിസിനസ് മീറ്റിംഗ്സ്, ക്ലയന്റ് കോൺടാക്ട്സ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ വർക്ക് ഫ്രം ഹോം വീട്ടിലിരുന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗൈഡൻസ് ഹാവ് ബീൻ ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഓൾ വർക്കേഴ്സ്. ഓർഗനൈസേഷൻ ഈസ് മേക്കിംഗ് വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് technology to enable remote home working, including video conferencing facilities for business meetings and client contacts. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. പിന്നെയോ ഓർഗനൈസേഷൻ ഈസ് ഓൾസോ കൺസേൺഡ് അബൌട്ട് ദ വർക്കേഴ്സ് മെന്റൽ വെൽബീങ് ഡ്യൂറിംഗ് ദിസ് ന്യൂ വേ ഓഫ് വർക്കിംഗ്. അതാണ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്. കൺസേൺഡ് അബൌട്ട് ദ വർക്കേഴ്സ് മെന്റൽ വെൽബീങ്. അപ്പൊ ഓർഗനൈസേഷൻ അത്യാവശ്യം ഒരു പോസിറ്റീവ് കൾച്ചറുള്ള ഓർഗനൈസേഷൻ ആണ്. കാരണം എന്താ, അവര് അവിടെയുള്ള ആൾക്കാരുടെ മെന്റൽ ഹെൽത്തിനെ കുറിച്ചും കൂടി വറീഡാണ്. മാനേജ്മെന്റ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ മെന്റൽ ഹെൽത്തിനെ കൂടി കുറച്ച് വറീഡാണ്. ഓക്കെ, ഡ്യൂറിംഗ് ദിസ് ന്യൂ വേ ഓഫ് വർക്കിംഗ്. കാരണം ഒരു ഹെക്ടിക് ആണ് വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നത്. കൈൻഡ് ഓഫ് ഹെക്ടിക് ആണ്. ഒരു മിനിറ്റ്. അപ്പം ഈ പറഞ്ഞ പോലെ മെന്റൽ വെൽബീയിങ്ങിനെ കുറിച്ചും അവർ ഭയങ്കര വറീഡ് ആണ് മാനേജ്മെന്റ്. ദാറ്റ് ഷോസ് എ കൈൻഡ് ഓഫ് പോസിറ്റീവ് അപ്രോച്ച് ആ ഒരു മാനേജ്മെന്റ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെതിരെ എന്ത് ചെയ്യുന്നു? മാനേജ്മെന്റ് ടീം ഹാവ് ദെയർഫോർ ആസ്ക്ഡ് ഈച്ച് ഡിപ്പാർട്ട്മെന്റ് ടു ഷെഡ്യൂൾ എ ഷോർട്ട് 30-minute കമ്പ്യൂട്ടർ ബേസ്ഡ് ടീം മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഓൺ എ വീക്ക്ലി ബേസിസ്. അപ്പൊ ഒരു മെന്റൽ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാൻ, മെന്റൽ സ്ട്രെസ്സിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി എന്താണ് മാനേജ്മെന്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളോടും ഒരു 30 minutes ടീം മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. ടീം മീറ്റിംഗ് എന്ന് പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. എല്ലാവരുമായിട്ട് സംസാരിക്കുക, ജസ്റ്റ് റിലാക്സ് ചെയ്യുക, ആൻഡ് ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുക. മീൻസ് നമ്മളൊരു ഓഫീസ് എൻവയോൺമെന്റിലാകുമ്പോൾ എല്ലാവരുമായിട്ട് സംസാരിച്ച് കുറച്ച് റിലാക്സേഷൻ ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പൊ അതേപോലെ സംഭവങ്ങൾ കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക, സോഷ്യലി എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യാൻ ആ ഒരു ഉദ്ദേശത്തോടെയാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത്. ഒരു 30 minutes കമ്പ്യൂട്ടർ ബേസ്ഡ് ടീം മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു കൈൻഡ് ഓഫ് മോറൽ റെസ്പോൺസിബിലിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ദ ഇന്റൻഷൻ ഈസ് ടു ഹെൽപ്പ് ദ വർക്കേഴ്സ് ടു മെയിൻറ്റെയിൻ എ സോഷ്യൽ കോണ്ടാക്ട് ബിറ്റ്വീൻ ദ കൊളീഗ്സ്. ബട്ട് ദർ ആർ ഓൾസോ എ ഫോറം ടു റൈസ് കൺസേൺസ്. അപ്പം ഒരു ഇന്ററാക്ഷൻ അതാണ് ഉദ്ദേശിക്കുന്നത്, എല്ലാവരുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുക എന്നുള്ളത്. അതുകൂടാതെ തന്നെ കൺസേൺസ്, നമ്മളെ പരാതികൾ റൈസ് ചെയ്യാനുള്ള ഒരു സ്പേസും കൂടി അവിടെയുണ്ട്. ഓക്കെ, alternatively, one-to-one meeting can be arranged for those reluctant to discuss things during the team meeting. അതും പോരായെങ്കിൽ എന്താ, 1-to-1 മീറ്റിംഗ് വരെ ഇവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഗ്രൂപ്പായിട്ട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ പേഴ്സണലി 1-to-1 മീറ്റിംഗ് വരെ കണ്ടക്ട് ചെയ്യാം. അത് കാണിക്കുന്ന ഒരു മോറൽ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം മോറലിനെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് അതിനകത്ത് എഴുതാൻ പറ്റുന്ന ഒരു സംഭവമാണ്. മോറൽ റെസ്പോൺസിബിലിറ്റിയിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഓക്കെ, പിന്നെ 6 months later, when the government has the virus outbreak under much more control. ഓക്കെ, 6 മാസം കഴിഞ്ഞ് ഗവൺമെന്റ് ഹാസ് ദ വൈറസ് ഔട്ട്ബ്രേക്ക് അണ്ടർ മച്ച് മോർ കൺട്രോൾ. ഗവൺമെന്റ് അഡ്വൈസ് ചേഞ്ചസ്. ഓക്കെ, മാറ്റങ്ങൾ അനുവദിച്ചു തുടങ്ങി. ലൈക്ക് അലൗവിംഗ് പീപ്പിൾ ടു റിട്ടേൺ ടു ഓഫീസ്, തിരിച്ച് ഓഫീസിലേക്ക് തിരിച്ചു വരാനുള്ള പെർമിഷൻ കൊടുത്തു.
allowing the people to return to office. Provided they implement a range of additional measures to limit virus transmission. Okay, കുറച്ച് കൺട്രോൾ മെഷേഴ്സും കൂടി ഇംപ്ലിമെന്റ് ചെയ്യാമെന്ന് പറഞ്ഞു. Providing a range of additional control measure to limit the virus transmission. വൈറസ് ട്രാൻസ്മിഷൻ കുറയ്ക്കാനുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് The managing director, അതിനുവേണ്ടി എന്താ, മാനേജിംഗ് ഡയറക്ടർ calls the facilities manager. Managing director calls the facilities manager, human resource manager, HR manager, facility managerനെയൊക്കെ വിളിക്കുകയാണ്. ആൻഡ് യു, നിങ്ങളെ കൂടി വിളിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഒരു പ്ലാൻ, മീറ്റിംഗ് ടു എ പ്ലാൻ ഫോർ എ പോസിബിൾ റിട്ടേൺ ടു ദ ഓഫീസ്. അപ്പം ഒരു പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇവരൊക്കെ റിട്ടേൺ വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനാണെന്നുള്ളതിനെ കുറിച്ച് ഒരു പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, മാനേജിംഗ് ഡയറക്ടർ നിങ്ങൾ 3 പേരെയും വിളിക്കുന്നു. ഓക്കെ, ബിഫോർ ദ മീറ്റിംഗ് the managing director asks you and facility manager to carry out a specific virus risk assessment. Okay, മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളോട് എന്ത് പറഞ്ഞു, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വൈറസ് റിസ്ക് അസസ്മെന്റ് ക്യാരി ഔട്ട് ചെയ്യാൻ പറഞ്ഞു. സ്പെസിഫിക് ആയിട്ടുള്ള വൈറസ് റിസ്ക് അസസ്മെന്റ്. ഓക്കെ, സ്പെസിഫിക് ആണ് എന്ന് വെച്ചാൽ എന്താ, ജനറൽ ആയിട്ടല്ല, ഈ ഒരു പർട്ടിക്കുലർ ഹസാർഡിനെ അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിനെ മാത്രം ഫേസ് ചെയ്തിട്ടുള്ള ഒരു റിസ്ക് അസസ്മെന്റ് ഡെവലപ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഗിവിംഗ് മോർ ഇമ്പോർട്ടൻസ് അതാണ് ഉദ്ദേശിക്കുന്നത്. വിത്ത് ദ ഇൻപുട്ട് ഫ്രം ദ വർക്കർ റെപ്രസെന്റേറ്റീവ്സ്. വിത്ത് ദ ഇൻപുട്ട് ഫ്രം ദ വർക്കർ റെപ്രസെന്റേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൺസൾട്ടേഷൻ അല്ലെ, വർക്കർ കൺസൾട്ടേഷൻ. അപ്പൊ അതൊരു നല്ലൊരു കാര്യമാണ്, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വർക്കേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നുള്ളത്, വർക്കർ കൺസൾട്ടേഷനെ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നുള്ളത്. ടു ഹെൽപ്പ് ഡെവലപ്പ് വർക്കബിൾ മെഷേഴ്സ്. You also visit an organization that is a more advanced stage of implementing virus. ഒരു വർക്കബിൾ മെഷേഴ്സിന് വേണ്ടി എന്താണ്, യു ഓൾസോ വിസിറ്റ് ആൻ ഓർഗനൈസേഷൻ. വീണ്ടും ഒരു സജഷൻ മാനേജിംഗ് ഡയറക്ടർ പറയാണ്, നിങ്ങൾ വേറൊരു കുറച്ചും കൂടി വലിയൊരു ഓർഗനൈസേഷൻ വിസിറ്റ് ചെയ്യൂ. അപ്പൊ അതിനുള്ള എന്താണ്, ടൈം, എഫേർട്ട്, മണി ഒക്കെ മാനേജ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഉദ്ദേശിക്കുന്നത്. മോർ അഡ്വാൻസ്ഡ് സ്റ്റേജ് ഓഫ് ഇംപ്ലിമെന്റിംഗ് വൈറസ് മാനേജ്മെന്റ് മെഷേഴ്സ് എന്ന് പറയുന്നത്, നിങ്ങൾ വേറൊരു വലിയൊരു ഓർഗനൈസേഷൻ കൂടി ഒന്ന് വിസിറ്റ് ചെയ്യും, അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് എന്ന് അതിനെക്കുറിച്ച് പഠിക്കുക. അപ്പൊ ഗിവിംഗ് മോർ ഇമ്പോർട്ടൻസ്, സേഫ്റ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്താ, ആൾക്കാരുടെ ഹെൽത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത്. ആൾക്കാരുടെ ഹെൽത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, സേഫ്റ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ആ ഒരു രീതി. മാനേജിംഗ് ഡയറക്ടർ ആസ്ക് to help develop workable measure, you also visit an organization that is a more advanced stage for implementing virus management measures. You also research the latest government advice on making workplaces like yours secure against the virus. അപ്പോൾ ഗവൺമെന്റിന്റെ ഗൈഡൻസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ പറയുന്നു. ഇതാണ് ബേസിക്കലി അവിടുന്ന് പറയുന്ന കാര്യങ്ങൾ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ടോ അറ്റ് ദ മീറ്റിംഗ്. ഓക്കെ, ഇനി മീറ്റിംഗിൽ വന്നു. അറ്റ് ദ മീറ്റിംഗ് you and facility manager presents the finding of your risk assessment. Presents the finding of your risk assessment. Site visit and research. Site visit and research. You decide that the significant finding of risk assessment will be shared with all workers through team meeting before the office return, and a copy of signed risk assessment will be placed on health and safety notice board in the office. അപ്പൊ എന്താണ്, നമ്മുടെ റിസ്ക് അസസ്മെന്റ് പ്രിപ്പയർ ചെയ്തു അല്ലെ, മീറ്റിംഗിന് മുമ്പാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ നമ്മളത് പ്രിപ്പയർ ചെയ്തു, മീറ്റിംഗിലേക്ക് വന്നു, റിസ്ക് അസസ്മെന്റ് നമ്മളവിടെ ഷെയർ ചെയ്തു. സൈറ്റ് വിസിറ്റും റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തി അതിന്റെ ഫൈൻഡിങ്സ്, നമ്മൾ 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, റിസ്ക് അസസ്മെന്റ്, സൈറ്റ് വിസിറ്റ്, ഫൈൻഡിങ്സ്. അപ്പൊ ആ 3 കാര്യങ്ങൾ നമ്മളവിടെ ഷെയർ ചെയ്തു. എന്നിട്ടോ സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ്, അതിന്റെ അകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, എല്ലാ വർക്കേഴ്സിനും ടീം മീറ്റിംഗ്. നമ്മൾ ആദ്യമേ ടീം മീറ്റിംഗ് എവറി വീക്ക് 30 മിനിറ്റ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ വർക്കേഴ്സ് ത്രൂ ടീം മീറ്റിംഗ് ബിഫോർ ദ ഓഫീസ് റിട്ടേൺ. ആൾക്കാരെല്ലാവരും ഓഫീസിലേക്ക് വരുന്നതിന് മുമ്പ് ആ ഒരു ടീം മീറ്റിംഗിൽ ഇതിന്റെ സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ്, റിസ്ക് അസസ്മെന്റ്, സൈറ്റ് വിസിറ്റ്, റിസർച്ച്, ഇതിന്റെയൊക്കെ സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ് അവരുമായിട്ട് ഷെയർ ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് കോപ്പി ഓഫ് സൈൻഡ് റിസ്ക് അസസ്മെന്റ് വിൽ ബി പ്ലേസ്ഡ് ഓൺ ഓൾ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി നോട്ടീസ് ബോർഡ്. എല്ലായിടത്തും നമ്മൾ പ്ലേസ് ചെയ്യും. അതായത് കമ്മ്യൂണിക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്, എല്ലാവരുമായിട്ട് കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളത്.
ഓർഗനൈസേഷൻ വിൽ എക്സ്റ്റെൻഡ് ദ ക്ലീനിങ് കമ്പനി, അത് പുതിയൊരു സംഭവമാണ്. ഓർഗനൈസേഷൻ വിൽ എക്സ്റ്റെൻഡ് ക്ലീനിങ് കമ്പനി കോൺട്രാക്ട് ടു ഇൻക്ലൂഡ് മോർ ഫ്രീക്വന്റ് ആൻഡ് എക്സ്റ്റെൻസീവ് ക്ലീനിങ് ഓഫ് ദ ഓഫീസ്. മോർ ഫ്രീക്വൻസ്, പണ്ട് ആഴ്ചയിൽ ഒരു ദിവസം വന്നുകൊണ്ടിരുന്ന ക്ലീനിങ് കമ്പനീന്റെ കോൺട്രാക്ട് ഒന്നും കൂടെ പുതുക്കി എല്ലാ ദിവസവും വന്നിട്ട് ക്ലീൻ ചെയ്യാന്ന് പറയുന്നത് മറ്റേ കൊറോണ വൈറസ് ആയതുകൊണ്ട് മറ്റേ ആ ഒരു സംഭവം ക്ലീനിങ്, അങ്ങനെ രീതിയിലുള്ള ഒരു ക്ലീനിങ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നു. ഓക്കെ, പിന്നെയോ an email including a detailed step-by-step approach to thoroughly washing hands and other hygiene procedures will be sent to all workers. വേറൊരു എന്താണ് കൺട്രോൾ മെഷർ എന്ന് പറയുന്നത്, ഇമെയിൽ അയക്കുക എന്നുള്ളത് എല്ലാവർക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെയാണ് നമ്മളെ ഹാൻഡ് വാഷിംഗ് ഹൈജീൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന തരത്തിൽ ഒരു ഇമെയിൽ അയക്കുക എന്നുള്ളത്. ഇമെയിൽ ഇൻക്ലൂഡിങ് എ ഡീറ്റെയിൽഡ് step-by-step approach to thoroughly washing hands and other hygiene procedures എന്ന് പറയുന്നത് അതങ്ങ് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ will be sent to all workers. This will be supplemented by posters which will be in all washrooms. ആണ് supplemented by posters which will be in all washrooms. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, അതൊരു പോസ്റ്റർ ആയിട്ട് എല്ലാ വാഷ്റൂംസിലും പ്ലേസ് ചെയ്യുന്നു. ഇതൊക്കെ ഓഫീസിലേക്ക് വരുമ്പം ചെയ്യേണ്ട കൺട്രോൾ മെഷേഴ്സിനെ കുറിച്ച് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കുന്ന കേട്ടോ ഇവരെല്ലാരും. ന്യൂ ഹാൻഡ് വാഷിംഗ് സാനിറ്റൈസിംഗ് പ്രൊസീജിയേഴ്സ് വിൽ ബി റിട്ടൺ ആൻഡ് റിലേഡ് ഡ്യൂറിംഗ് ദ റിമോട്ട് കൺട്രോൾ ടീം മീറ്റിംഗ്സ് ആൻഡ് മെയ്ഡ് അവൈലബിൾ ഫോർ റെഫറൻസ് ഇൻ ദ കമ്പനി ഇൻട്രാനെറ്റ്. അതായത് കമ്പനിയുടെ വെബ്സൈറ്റിൽ ഇങ്ങനത്തെ പ്രൊസീജിയേഴ്സ് ഹാൻഡ് വാഷിംഗ് പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒക്കെ അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നുള്ളത്. ഹാൻഡ് വാഷിംഗ് പ്രൊസീജിയേഴ്സ് വിൽ ബി റിട്ടൺ ആൻഡ് റിലേ ഡ്യൂറിംഗ്, അത് കമ്പ്യൂട്ടർ മീറ്റിംഗിലും കൊടുക്കും ആസ് വെൽ as നമ്മുടെ കമ്പനി ഇന്റർനെറ്റിലും എന്ന് വെച്ചാൽ കമ്പനി വെബ്സൈറ്റിലും അത് ഷെയർ ചെയ്യും. പിന്നെന്താ, യു വിൽ ഡെവലപ്പ് എ വർക്ക് ഇൻസ്ട്രക്ഷൻ ഓഫ് സോഷ്യൽ ഡിസ്റ്റൻസിങ് മെഷേഴ്സ്, അല്ലെ? ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിന്റെ മെഷേഴ്സിനെ കുറിച്ചുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് ഡെവലപ്പ് ചെയ്യും. സോഷ്യൽ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ്, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്യണം, എവിടെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ്. യു വിൽ റൈറ്റ് എ പ്രൊസീജിയർ ഫോർ വിയറിംഗ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അറ്റ് വർക്ക്. എന്തൊക്കെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ആണ് വിയർ ചെയ്യേണ്ടത്, എങ്ങനെ വിയർ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇതൊക്കെ നമ്മളൊന്ന് എക്സ്ട്രാ തിങ്ക് ചെയ്തിട്ട് വേണം, ഇതിന്റെ കൂടെ ഒരു എക്സ്ട്രാ കൂടി ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് നമ്മുടെ പ്രാക്ടിക്കൽ നോളജ് ഇതിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. മാക്സിമം പ്രാക്ടിക്കൽ നോളജ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, എസ്പെഷ്യലി വെൻ വർക്കിംഗ് ഇൻ എൻക്ലോസ്ഡ് റൂം. പിന്നെ എസ്പെഷ്യലി വർക്കിംഗ് ഇൻ എൻക്ലോസ്ഡ് റൂം എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? കാരണം എൻക്ലോസ്ഡ് റൂം ആകുമ്പോൾ എന്താണ്, എയർ സർക്കുലേഷൻ ഉണ്ടാവില്ല. എയർ സർക്കുലേഷൻ ഇല്ലാത്ത സമയത്ത് എന്താണ്, ഈ വൈറസ് എഫക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ എൻക്ലോസ്ഡ് റൂമിൽ ചെന്ന് തുമ്മിക്കഴിഞ്ഞാൽ എന്തായി, അതിന്റെ അകത്ത് അതിന്റെ പാർട്ടിക്കിൾസ് അണുക്കൾ ഉണ്ടാവും. അപ്പൊ അവിടെ എന്തായി, നമ്മൾ ഒബ്വിയസ്ലി PPEs വെയർ ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. എൻക്ലോസ്ഡ് റൂം എന്ന് വെച്ചാൽ അടഞ്ഞു കിടക്കുന്ന റൂം, എയർ സർക്കുലേഷൻ ഇല്ലാത്ത റൂമിൽ. അതുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. യു വിൽ പോസ്റ്റ് അഡീഷണൽ സോഷ്യൽ ഡിസ്റ്റൻസിംഗ് മെഷേഴ്സ് ടു മാനേജ് ട്രാൻസ്മിഷൻ റിസ്ക് ഓൺ ദ കമ്പനി ഇന്റർനെറ്റ്. അത് കമ്പനി വെബ്സൈറ്റിൽ അഡീഷണൽ സോഷ്യൽ ഡിസ്റ്റൻസിംഗിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെയോ, ഹ്യൂമൻ റിസോഴ്സ് മാനേജർ വിൽ ഓൾസോ അപ്ഡേറ്റ് ദ ഫസ്റ്റ് എയ്ഡ് പോളിസി. ഫസ്റ്റ് എയ്ഡ് പോളിസി നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. കാരണം എന്താ, ഫസ്റ്റ് എയ്ഡിൽ പേഴ്സണൽ കോണ്ടാക്ട് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലുള്ള ഒരു സ്ഥലമല്ലേ. ഇവിടെ മാക്സിമം സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ എന്ത് ചെയ്യും, പുതിയ തരത്തിലുള്ള ഫസ്റ്റ് എയ്ഡ് പോളിസി നമ്മൾ റിവ്യൂ ചെയ്യണം. നമ്മൾ റിവ്യൂ ഓഫ് പോളിസി റിസ്ക് അസസ്മെന്റ് ഒക്കെ പറയുന്നില്ലേ, പുതിയ ടെക്നോളജി പുതിയ ലോ ഒക്കെ വരുമ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യുന്ന പറയുന്നില്ലേ, സെയിം സാധനം തന്നെ. ഇപ്പൊ ഫസ്റ്റ് എയ്ഡ് പോളിസി നമ്മൾ റിവ്യൂ ചെയ്യണം. ഫയർ ഇവാക്യുവേഷൻ അറേഞ്ച്മെന്റ്സ് എന്ത് ചെയ്യണം, അത് നമ്മൾ റിവ്യൂ ചെയ്യണം. കാരണം എന്താ, ഫയറിന്റെ അകത്തൊക്കെ നമ്മളെല്ലാം ഒരുമിച്ച് കൂട്ടയോടെ നടത്തുന്ന ഒരു സ്ഥലമല്ലേ. അപ്പൊ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണ്ട പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, പുതിയ പോളിസീസ് റിവ്യൂ ചെയ്യുന്നു. ഫയർ ഇവാക്യുവേഷന്റെ കാര്യങ്ങളും നമ്മൾ റിവ്യൂ ചെയ്യുന്നു. പിന്നെയോ അതർ എമർജൻസി പ്രൊസീജിയേഴ്സ്, അങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിവ്യൂ ചെയ്യുന്നു. കാരണം പുതിയ ലോ വന്നു. അപ്പൊ അതിനനുസരിച്ച് വേണ്ടി നമ്മൾ ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്യാണ്. You indicate that reporting requirements for any virus-related ill health causes to the government authorities will need to be introduced and communicated to those implementing them. പിന്നെന്താണ്, എന്തെങ്കിലും വൈറസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൽ ഹെൽത്ത് വന്നു കഴിഞ്ഞാൽ
ഗവൺമെന്റ് അതോറിറ്റീസിനെ അറിയിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം. ഗവൺമെന്റ് അതോറിറ്റീസിനെ അറിയിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം കൂടി വരികയാണ്. ഗവൺമെന്റ് അതോറിറ്റീസ് യു വിൽ നീഡ് ടു ബി ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് കമ്മ്യൂണിക്കേറ്റഡ് ടു ദോസ് ഇംപ്ലിമെന്റിംഗ് ദം. അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പം കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഗവൺമെന്റിനെ കൂടി എക്സ്റ്റേണൽ അതോറിറ്റീസ് നമ്മൾ പഠിച്ചിട്ടല്ലേ, അപ്പൊ എക്സ്റ്റേണൽ അതോറിറ്റീസിനെ അറിയിക്കാനുള്ള ഒരു സെറ്റപ്പ് അവിടെ ഡെവലപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത്. You and facility managers volunteer to carry out detailed analysis and corresponding update of health and safety management system. നിങ്ങൾ പിന്നെ ആ ഒരു എന്തെങ്കിലും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ നോക്കുന്നു. ഇതിനകത്ത് വരുന്ന പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ. അതായത് എംപ്ലോയറുടെ റെസ്പോൺസിബിലിറ്റി അല്ല പറയുന്നത്. എംപ്ലോയറുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ചാപ്റ്റർ 1 ആർട്ടിക്കിൾ 10 റെക്കമെൻഡേഷനിൽ പറയുന്ന ഒരു സംഭവമില്ലേ, കറന്റ്ലി അപ് ടു ഡേറ്റ് വിത്ത് നോളജ്, എന്നിട്ട് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരു സംഭവമില്ലേ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ, എംപ്ലോയേഴ്സ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നതിന്റെ അകത്ത്. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഡെയിലി അപ്ഡേറ്റഡ് ആയിരിക്കണം, അതിനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളത്. All those at the meeting agree that implementation of all these modified procedures based on the risk assessment will need acknowledgement, understanding and application by the workers. അപ്പൊ ഈ മോഡിഫൈഡ് പ്രൊസീജിയേഴ്സ് മുഴുവൻ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ റിസ്ക് അസസ്മെന്റ് ബേസിസിലും നമ്മുടെ റിസർച്ച് ബേസിസിലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അക്നോളജ്മെന്റ് വേണമെന്ന് പറയുന്നു. അതായത് ഇത് അക്നോളജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, വർക്കേഴ്സിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ അടുത്തുനിന്നും കൂടി ഒരു സപ്പോർട്ട്, കൈൻഡ് ഓഫ് കൺസൾട്ടേഷൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ അടുത്തുനിന്നും കൂടിയുള്ള ഒരു ഫീഡ്ബാക്ക് കിട്ടിയിട്ട് വേണം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതാണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ കൺസൾട്ടേഷൻ അതാണ് ഉദ്ദേശിക്കുന്നത്. മാക്സിമം കൺസൾട്ടേഷൻസ് വർക്കേഴ്സുമായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദേ വിൽ ബി ആൻ എംഫസൈസ് ഓൺ ട്രെയിനിങ് വിത്ത് അസോസിയേറ്റഡ് പ്രസന്റേഷൻസ് ഡിവൈസ്ഡ് ആൻഡ് ദ വർക്ക്ഷോപ്സ് ഹെൽഡ്. ഇപ്പൊ കൂടുതൽ ഇമ്പോർട്ടൻസ് എന്തിനു കൊടുക്കുന്നു? ട്രെയിനിങ്സിന് പ്രൊവൈഡ് ചെയ്യുന്നു. കൂടുതൽ ഇമ്പോർട്ടൻസ് ട്രെയിനിങ്സിന് കൊടുക്കുന്നു. There will be emphasis on training with associated presentation devised and workshop held. അപ്പൊ കൂടുതൽ ഇമ്പോർട്ടൻസ് വർക്ക്ഷോപ്പ്, ട്രെയിനിങ്, പ്രസന്റേഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി പറയുന്നു. And there will be an expectation that supervisors and managers effectively implement and actively monitor the new arrangements through scheduled behavioral safety observations and safety tour. എന്ന് വെച്ചാല് നമ്മുടെ മോണിറ്ററിംഗ് പാറിക്കുക, സൂപ്പർവൈസറും മാനേജറും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ലൈക്ക് സേഫ്റ്റി ഒബ്സർവേഷൻസ് ആൻഡ് സേഫ്റ്റി ടൂറിലൂടെ ഉറപ്പുവരുത്തുക. അതാണ് പറയുന്നത്. സേഫ്റ്റി ഒബ്സർവേഷൻസ് ആൻഡ് സേഫ്റ്റി ടൂറിലൂടെ ഉറപ്പുവരുത്തുക എന്നുള്ളത്. അത് അവർക്ക് കൊടുത്തിരിക്കുന്ന റൂൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് എന്നൊക്കെ നമുക്ക് പറയാം. പിന്നെയോ ദ ഹ്യൂമൻ റിസോഴ്സസ് മാനേജർ naturally links this with an updated disciplinary procedure. അപ്പൊ എന്താ, HR മാനേജർ പുതിയ അപ്ഡേറ്റഡ് ഡിസിപ്ലിനറി പ്രൊസീജിയറും കൂടി ഇംപ്ലിമെന്റ് ചെയ്യാണ്. പുതിയൊരു ഡിസിപ്ലിനറി പ്രൊസീജിയറും കൂടി ഇംപ്ലിമെന്റ് ചെയ്യാണ്. ഡിസിപ്ലിൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആക്ഷൻസ് എടുക്കും, അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞിരിക്കുന്ന റെക്കമെൻഡേഷനും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന സജഷൻസ് ഒക്കെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആക്ഷൻസ് എടുക്കേണ്ടി വരും, അതാണ് ഉദ്ദേശിക്കുന്നത്. And you respond to this by suggesting that significant changes at the organization will require time for the workers to adapt. അപ്പൊ നിങ്ങൾ അഡ്വൈസ് ചെയ്യാണ് എന്ത്, അങ്ങനെ പെട്ടെന്ന് ഡിസിപ്ലിനറി ആക്ഷൻസ് ഒന്നും എടുക്കാൻ പാടില്ല. കാരണം ഓൾ ഓഫ് എ സഡൻ നമ്മുടെ മാനേജ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ പുതിയൊരു രീതിയിലേക്ക് ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതപ്പോ എല്ലാവർക്കും പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു മൊമെന്റിൽ തന്നെ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കൈൻഡ്ലി ടേക്ക് ടൈം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് വിൽ ടേക്ക് ടൈം. അതുകൊണ്ട് അങ്ങനെ ഡിസിപ്ലിനറി ആക്ഷൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. ദിസ് അപ്ലൈസ് എസ്പെഷ്യലി ടു ദ യങ് വർക്കേഴ്സ്. യങ് വർക്കേഴ്സ് കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞു നമ്മൾ എന്താണ് ലെസ് എഫക്റ്റഡ് ബൈ ദ വൈറസ് ആണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ PPE യൂസ് ചെയ്യാനും മാസ്ക് യൂസ് ചെയ്യാനും സോഷ്യൽ ഡിസ്റ്റൻസിംഗ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒന്ന് എന്താ പറയാ അധികം അങ്ങോട്ട് പെട്ടെന്ന് തന്നെ അതുമായിട്ട് അഡാപ്റ്റ് ആവില്ല. യങ് വർക്കേഴ്സ് അത് നോട്ട് ചെയ്യാനുണ്ട്. നമ്മുടെ യങ് വർക്കേഴ്സിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിന്റെ അകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. ലൈക്ക് എക്സ്പീരിയൻസ് ഇല്ല, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ.
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. You also mentioned the need of revised policies for visitors and the control of contractors. അതും കൂടി വേണമെന്ന് പറയുകയാണ്. കാരണം എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ സ്പ്രെഡ് ആവില്ലേ. അപ്പൊ വിസിറ്റേഴ്സും കോൺട്രാക്ടേഴ്സിന്റെയും കാര്യത്തിൽ നമ്മുടെ ആ പോളിസി കൂടി റിവൈസ് ചെയ്യണമെന്ന് പറയാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞു, സജസ്റ്റ് യു ആൻഡ് ദ ഫെസിലിറ്റി മാനേജർ അപ്ഡേറ്റ് ദീസ് പോളിസീസ് ബിഫോർ ദ നെക്സ്റ്റ് മീറ്റിംഗ്. അടുത്ത മീറ്റിംഗ് ഒക്കെ ആകുമ്പോഴേക്കും ഈ ഒരു സംഭവം കൂടി അപ്ഡേറ്റ് ചെയ്യാൻ പറയാണ്. അപ്പൊ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് അതാണ് ഏകദേശം ഒരു പോസിറ്റീവ് ആയിട്ട് വരുന്ന ഒരു കാര്യം. ഇത് വലിയൊരു സിനാരിയോ കേട്ടോ. ഇപ്പൊ ആദ്യം പറഞ്ഞ കഥകളൊക്കെ ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാവും, സ്വാഭാവികം. The organization is facing greatly reduced income caused by the impact of the pandemic on the economy. ഇപ്പൊ എന്തായി? ഇനി കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരികയാണ്. ഇൻകം മുഴുവൻ കട്ടായി. കാരണം എന്താ? പാൻഡമിക് ആയിരുന്നു, കുറെ കാലം വർക്ക് ഉണ്ടായിരുന്നില്ല, ഒബിയസ്ലി ബിസിനസ് ഡൗൺ ആയിരുന്നു അല്ലെ. അപ്പൊ പ്ലാൻഡ് ഇൻകം കുറഞ്ഞു. ആൻഡ് നമ്മൾ എന്താ പ്ലാൻഡ് വൈറസ് കൺട്രോൾ മെഷേഴ്സ്, നമ്മൾ ഈ പറഞ്ഞ പുതിയ കൺട്രോൾ മെഷേഴ്സ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യണം. PPE മേടിക്കണം, എല്ലാവർക്കും കുറെ പോസ്റ്റേഴ്സ് ഉണ്ടാക്കണം, സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്യണം, പിന്നെ അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ പറഞ്ഞിരിക്കുന്ന വൈറസ് കൺട്രോൾ മെഷേഴ്സ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് എന്താണ് അഡീഷണൽ കോസ്റ്റും ആവും അല്ലെ. അഡീഷണൽ കോസ്റ്റും ആവും. ഇൻവോൾവ് സിഗ്നിഫിക്കന്റ് അഡീഷണൽ കോസ്റ്റ് ഇനീഷ്യൽ ആൻഡ് ഓൺ ഗോയിങ് ടു ദ ഓർഗനൈസേഷൻ if there are to be fully implemented. The manager മുഴുവൻ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴേക്കും അഡീഷണൽ കോസ്റ്റ് ആവും. അപ്പൊ എന്ത് ചെയ്തു? മാനേജിംഗ് ഡയറക്ടർ is therefore exploring the areas where savings can be made. മാനേജിംഗ് ഡയറക്ടർ എന്താണ് കൂലങ്കുശമായി ഇരുന്ന് ആലോചിക്കുകയാണ്, എവിടെയാണ് നമുക്ക് ഫണ്ട് കട്ട് ചെയ്യാൻ പറ്റുക, എവിടെയാണ് നമുക്ക് സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. ആൻഡ് എന്താണ്, it is almost time to renew the occupational health and safety management system certification. അപ്പൊ ആണ് ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് എന്ത് ഏകദേശം നമ്മുടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം ISO 45001 റിന്യൂ ചെയ്യാനുള്ള സമയമായി എന്ന് മനസ്സിലായത്. അപ്പൊ എന്ത് ചെയ്തു? അയാൾ നേരെ അതിലേക്ക് കയറി പിടിച്ചു. Although organization is rightly proud of it, the managing director sees discontinuing the certification as one way of making a സേവിങ്സ്. അപ്പൊ എന്ത് ചെയ്തു മാനേജിംഗ് ഡയറക്ടർ? ഇനി അതിലേ പിടിക്കാന്ന് വെച്ചിട്ട് സർട്ടിഫിക്കേഷൻ ഇനി കുറച്ച് നാളത്തേക്ക് വേണ്ട എന്ന് പറയുകയാണ്. നമ്മൾ അത് റിന്യൂ ചെയ്യേണ്ട, അതിന്റെ നമുക്ക് കുറെ പൈസ സേവ് ചെയ്യാൻ പറ്റുമെന്ന് പറയുകയാണ്. ഓക്കെ. ദ ലാർജസ്റ്റ് എക്സ്റ്റേണൽ കോസ്റ്റ്, വേറൊരു സംഭവം വരുന്നതാണ്. ലാർജസ്റ്റ് എക്സ്റ്റേണൽ കോസ്റ്റ് ഈസ് എ ഫ്രീക്വന്റ് ഓഡിറ്റ്സ് കണ്ടക്ടഡ് ബൈ എ തേർഡ് പാർട്ടി ആണ് വേറൊരു സംഭവം എന്ന് പറയുന്നത്. ലാർജസ്റ്റ് എക്സ്റ്റേണൽ കോസ്റ്റ് ഈസ് ദ ഫ്രീക്വന്റ് ഓഡിറ്റ് കണ്ടക്ടഡ് ബൈ എ third party. Okay. You agree with the managing director that there are costs with certification, but argue that if done properly, these are outweighed by many benefits, including reducing overall cost across the business. അതാണ് സംഭവം. അതായത് അയാൾ വീണ്ടും പറയുകയാണ് എന്ത്, ഓഡിറ്റ്, തേർഡ് പാർട്ടി ഓഡിറ്റ്, നമ്മൾ ഇന്നലെ പഠിച്ചതാണ് തേർഡ് പാർട്ടി ഓഡിറ്റ് എക്സ്പെൻസീവ് ആണ് എന്നുള്ള പറയുന്ന സംഭവങ്ങളൊക്കെ. അപ്പൊ എന്ത് ചെയ്തു? അയാൾ അതും കൂടെ കട്ട് ചെയ്യാൻ നോക്കുകയാണ്. സർട്ടിഫിക്കേഷനും ഓഡിറ്റും കൂടി കട്ട് ചെയ്യാൻ നോക്കുകയാണ്. ബട്ട് നമ്മൾ എഗ്രി ചെയ്യാണ്. യു അഗ്രി വിത്ത് ദ മാനേജിംഗ് ഡയറക്ടർ ദീസ് കോസ്റ്റ് സർട്ടിഫിക്കേഷൻസ് ഒക്കെ കുറച്ച് പൈസ ചെലവുള്ള കാര്യമാണ് എന്ന് അഗ്രി ചെയ്യാണ്. പക്ഷെ ഇത് മര്യാദക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, മര്യാദക്ക് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ഇപ്പൊ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് മാനേജർ അടുത്ത്. Okay, you agree with the managing director that there are costs with certification, but argue that if done properly, these are outweighed by many benefits, including reducing overall cost across the business. അതാണ് പറയുന്നത്. പിന്നെയോ, the managing director thinks that external audits are unnecessary and add little value because the organization already conducts regular workplace inspection. ഓക്കെ, അത് വേറൊരു സംഭവം. ഈ കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാണ്. എക്സ്റ്റേണൽ ഓഡിറ്റ്സ് ആർ അൺനെസസറി. ഓക്കെ, അതിന്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറയുന്നത്. ഓക്കെ, എക്സ്റ്റേണൽ ഓഡിറ്റ്സ് ആർ അൺനെസസറി. കാരണം എന്താ, ഓൾറെഡി നമ്മൾ ഇന്റേണൽ ഓഡിറ്റ്സ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എക്സ്റ്റേണൽ ഓഡിറ്റിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, there are also question why external parties are used when their own workers could carry out this audit at a lower cost. നമുക്ക് എന്തിനാണ് എക്സ്റ്റേണൽ പാർട്ടീസിനെ യൂസ് ചെയ്യുന്നത്? എക്സ്റ്റേണൽ ഓഡിറ്റിന്റെ ആവശ്യം ഇവിടെ ഇല്ല. നമ്മൾക്ക് എന്താണ്, ഇന്റേണൽ ഓഡിറ്റേഴ്സ് ഉണ്ട്, അവർ തന്നെ അങ്ങ് ചെയ്താൽ പോരെ എന്നൊരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കുകയാണ്. ആൻഡ് യു അഡ്വൈസ് ദം that audits are differ
differ considerably from inspections. Okay. അപ്പോൾ ഓഡിറ്റും ഇൻസ്പെക്ഷനും ഡിഫറെന്റ് ആണ് എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ ആദ്യം പറയുന്നത് നമുക്ക് ഓൾറെഡി വർക്ക് പ്ലേസ് ഇൻസ്പെക്ഷൻസ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് എക്സ്റ്റേണൽ ഓഡിറ്റിന്റെ ആവശ്യമില്ല എന്നാണ് മാനേജിംഗ് ഡയറക്ടർ പറയുന്നത്. നമ്മൾ അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. And you highlight this by telling them that you could audit your workplace inspection process, but you would not inspect the audit process. നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് എന്ത്, ഓഡിറ്റിന്റെ അകത്ത് വരുന്ന ഒരു സംഭവമാണ് ഇൻസ്പെക്ഷൻ. ഓക്കെ, അല്ലാതെ ഇൻസ്പെക്ഷന്റെ അകത്ത് വരുന്ന ഒരു സംഭവം അല്ല ഓഡിറ്റ് എന്ന് നമ്മൾ അഡ്വൈസ് ചെയ്ത് കൊടുക്കണം. ആൻഡ് യു ഓൾസോ കമന്റ് ദാറ്റ് യൂസിംഗ് ഇന്റേണൽ ഓഡിറ്റേഴ്സ് മേ അപ്പിയർ ടു സേവ് ദ ഓർഗനൈസേഷൻ സം മണി, ബട്ട് ദേ ആർ നോട്ട് ഓൾവേസ് ദ ബെസ്റ്റ് പീപ്പിൾ ടു യൂസ്. ഇന്റേണൽ ഓഡിറ്റേഴ്സിനെ കൊണ്ട് ചെയ്യാം, നമുക്ക് കുറച്ച് മണി സേവ് ചെയ്യാം, ബട്ട് അതിനൊരു എഫക്റ്റീവ്നെസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഇതാണ് ഓവറോൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്, ഓവറോൾ ആയിട്ടുള്ള ഒരു സിനാരിയോ. ഇത്രയും ലെങ്തി, ഇത് വന്നതിൽ ഏറ്റവും വലിയൊരു ലെങ്തി സിനാരിയോ ആണ്. ഇത്രയും ലെങ്തി ആയിട്ടുള്ള സിനാരിയോസ് വന്നിട്ടില്ല വേറെ. ബട്ട് കുറെയൊക്കെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യത്തെ 2 പാരഗ്രാഫ് വലിയ കാര്യമായിട്ടൊന്നും എഴുതിയിട്ടില്ല, ബാക്കിയുള്ള പാരഗ്രാഫ്സിലൊക്കെയാണ് കുറച്ച് കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ ഇതാണ് ഒരു സിനാരിയോ എന്ന് പറയുന്നത്. ഇതിൽ കുറെ പോസിറ്റീവ് ആയിട്ടുള്ള അവസാനത്തെ 2 പാരഗ്രാഫാണ് നെഗറ്റീവ് കണ്ടന്റ് എന്ന് പറയുന്നത്, ബാക്കിയൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതാണ് ഒരു സിനാരിയോ എന്ന് പറയുന്നത്. അപ്പം ഫോർ റിയൽ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഫസ്റ്റ് തിങ് യു ഹാവ് ടു ഡു എന്ന് പറയുന്നത്, ഒന്ന് പ്രിന്റ് ഔട്ട് എടുക്കുക, 2 ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക. വായിച്ചു കഴിഞ്ഞിട്ട് എന്താ, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വായിച്ചു കഴിഞ്ഞിട്ട് വി ആർ പ്രിപ്പയറിംഗ്, നമ്മുടെ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുന്നു. ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാ നോക്കുക, വീണ്ടും ഒന്നും കൂടെ സിനാരിയോ വായിക്കുക. വീണ്ടും ആദ്യം സിനാരിയോ വായിക്കുന്നു, ക്വസ്റ്റ്യൻ നോക്കുന്നു, വീണ്ടും 1 or 2 വട്ടം കൂടി സിനാരിയോ വായിക്കണം. കാരണം എന്നാലേ നമുക്ക് ആ ക്വസ്റ്റ്യൻ കണ്ടന്റ് സിനാരിയോയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ആദ്യം സിനാരിയോ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എവിടെയാണെന്നുള്ളത്. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാലോ ഏതൊക്കെ ക്വസ്റ്റ്യൻ എവിടേക്കാണ് ആൻസർ ചെയ്തെന്നുള്ള കാര്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ രണ്ടാമത് വീണ്ടും ഒന്ന് സിനാരിയോ വായിക്കണം. അപ്പൊ ആ ഒരു പ്രോസസ്സിൽ നമ്മൾ ചെയ്യാന്നുള്ളത്. ഇപ്പം മാനേജിംഗ് ദ റിസ്ക് ഫോർ ദോസ് വർക്കിംഗ് ഫ്രം ഹോം, അതാണ് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്. മാനേജിംഗ് ദ റിസ്ക് ഫോർ ദോസ് വർക്കിംഗ് ഫ്രം ഹോം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാനേജിംഗ് ദ റിസ്ക് ഫോർ ദോസ് വർക്കിംഗ് ഫ്രം ഹോം. ഇപ്പൊ എന്തൊക്കെയാണ് മാനേജിംഗ് ദ റിസ്ക് ഫോർ ദോസ് വർക്കിംഗ് ഫ്രം ഹോം എന്ന് പറയുമ്പോൾ, കമന്റ് ഓൺ ഓർഗനൈസേഷൻ അപ്രോച്ച്. ഓക്കെ, ബിഫോർ ദാറ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമന്റ് ഓൺ ഓർഗനൈസേഷൻ അപ്രോച്ച് ടു മാനേജിംഗ് റിസ്ക് ടു ദോസ് വർക്കിംഗ് ഫ്രം ഹോം. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. കമന്റ് ഓൺ ഓർഗനൈസേഷൻസ് അപ്രോച്ച് ടു മാനേജിംഗ് ദ റിസ്ക് ടു ദോസ് വർക്കിംഗ് ഫ്രം ഹോം. നിങ്ങൾ അവിടുത്തെ ആരാണ്, നിങ്ങൾ അവിടുത്തെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അഡ്വൈസർ ആണ്. ആ ഒരു രീതിയിൽ വേണം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, കമന്റ് ഓൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കമന്റ് ഓൺ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എന്നുള്ളത്. കമന്റ് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അഭിപ്രായങ്ങൾ. കമന്റ് ഓൺ ഓർഗനൈസേഷൻ അപ്രോച്ച് ടു മാനേജിംഗ് ദ റിസ്ക് ടു ദോസ് വർക്കിംഗ് ഫ്രം ഹോം. ഓർഗനൈസേഷന്റെ അപ്രോച്ച് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓർഗനൈസേഷൻസ് അപ്രോച്ച് ടു മാനേജിംഗ് ദ റിസ്ക് ടു ദോസ് വർക്കിംഗ് ഫ്രം ഹോം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയുന്നത്? അപ്പൊ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒറ്റ വാക്കിൽ പറയുക എന്താണ് കണ്ടന്റ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ലൈക്ക് നല്ലൊരു നല്ലൊരു ഓർഗനൈസേഷൻ. കമന്റ് ഓൺ ഓർഗനൈസേഷൻസ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പം നല്ല രീതിയിൽ ദ ബെസ്റ്റ് വേ ഓർഗനൈസേഷൻ ഈസ് പ്രൊവൈഡിംഗ് ദ ബെസ്റ്റ് വേ ടു ബെസ്റ്റ് വേ ഫോർ ദ വർക്കേഴ്സ് ടു വർക്ക് ഫ്രം ഹോം. ബെസ്റ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷന്റെ അപ്രോച്ച് നല്ല രീതിയിൽ തന്നെയാണെന്ന് ആദ്യം നമ്മളൊന്ന് 1 വേർഡ് ചുരുക്കി പറയും. ഓക്കെ, അപ്പൊ അയാൾക്കൊരു കിട്ടും, ഇവൻ ഏകദേശം നമ്മുടെ ഒരു കൺസെപ്റ്റിലേക്കൊക്കെ തന്നെയാണ് എഴുതുന്നത് എന്നുള്ള ഒരു ഫീല് വരും. ഓക്കെ, അപ്പൊ ആദ്യമേ നെഗറ്റീവ് ആണ് എഴുതിയത്, ഓർഗനൈസേഷൻ വെരി ബാഡ് അപ്രോച്ച് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ അതിന്റെ കണ്ടന്റ് മുഴുവൻ ഓപ്പോസിറ്റ് ആണെന്ന് അയാൾ നോക്കുന്നുണ്ട്. മീൻസ് അയാൾക്ക് മനസ്സിലാവും. പിന്നെ അത് അയാൾ തന്നെ മൊത്തം വായിച്ച് നോക്കാൻ നിൽക്കുകയല്ല. കാരണം അപ്പൊ നമുക്ക് മാർക്ക് ലൂസ് ആയിപ്പോ. അപ്പൊ ആദ്യത്തെ ആ ഒരു സെന്റൻസ് തന്നെ പിടിച്ചിരുത്തി കഴിഞ്ഞാൽ പിന്നെ അത് മുഴുവൻ അയാൾ വായിച്ചു നോക്കും. അപ്പൊ ആ ഒരു ഫസ്റ്റ് സെന്റൻസ് അല്ലെങ്കിൽ ആ ഒരു സംഭവം ഓവറോൾ നിങ്ങൾ എന്താണ് ഒരു ആൻസർ എഴുതാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് എഴുതേണ്ടത്. അപ്പൊ ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പറയുന്നു, നമ്മുടെ സംഭവം എങ്ങനെയാണ് ഇങ്ങനെ ഓർഗനൈസേഷൻ കമന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാ? ഓർഗനൈസേഷൻ
ബെസ്റ്റ് പ്രാക്ടീസ് ഫോർ വർക്കിംഗ് ഫ്രം ഹോം കൊടുക്കുന്നുണ്ട്, ഇൻക്ലൂഡിംഗ് ദ വർക്ക് സ്റ്റേഷൻ സെറ്റപ്പ്. അതിനുള്ള കാര്യങ്ങളും ഗൈഡൻസ് ഒക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നു. എല്ലാവർക്കും അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ക്ലയൻസ്, ബിസിനസ് മീറ്റിംഗ്സ്, ക്ലയൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വർക്ക് ഫ്രം ഹോം കൊടുക്കുന്നതുകൊണ്ട് എന്തായി? വർക്ക് ഫ്രം ഹോം കൊടുക്കുന്നതുകൊണ്ട് ബിസി എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള നിയർ മിസ്, ആക്സിഡൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നു. ആൾക്കാർ കൂടുതൽ ഹാപ്പി ആവുന്നു. ആൾക്കാർക്ക് ഫാമിലിയുടെ കൂടെ ഇരിക്കാൻ പറ്റുന്നു. ആ ഒരു കൺസെപ്റ്റ് ഇല്ലേ, നമ്മുടെ ആ മോറൽ, ഫിനാൻഷ്യൽ, ലീഗലില്ലേ, ഏകദേശം അതെല്ലാം കൂടി കണക്ട് ചെയ്തിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഡയറക്ട് കോസ്റ്റ്, ഇൻഡയറക്ട് കോസ്റ്റ്, മറ്റേ കോൺസിക്വൻസ് അങ്ങനെയല്ല എഴുതേണ്ടത്. പക്ഷെ അതിന്റെ കണ്ടന്റ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട്. ആ ഒരു കണ്ടന്റ് ഒക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതാം. അതിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. കമന്റ് ഓൺ ഓർഗനൈസേഷൻസ് അപ്രോച്ച് ടു മാനേജ് വർക്കേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. നല്ല അപ്രോച്ചാണ്. മെന്റൽ വെൽബീങ് കൺസിഡർ ചെയ്യുന്നുണ്ട്. അത് മൊറലായിട്ടുള്ള സ്റ്റാഫ് മൊറൽ വർക്ക് ഡെവലപ്പ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും. മെന്റൽ വെൽബീങ് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് 30 മിനിറ്റ്സ് ടീം ബേസ്ഡ് മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുന്നു. വർക്കേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 1-to-1 മീറ്റിംഗ്സ് ഉണ്ട്. പ്രോബ്ലംസ് റേസ് ചെയ്യാൻ വേണ്ടി അതിനുള്ള ഇഷ്യൂസ് ഉണ്ട്, മീൻസ് അതിനുള്ള സ്പേസ് ഉണ്ട്. അങ്ങനെയുള്ള ആ ഒരു തരത്തിലുള്ള ആൻസേഴ്സ് വേണം നമ്മൾ അതിനെ എഴുതാൻ വേണ്ടിയിട്ട്. നമ്മുടെ ആ ഒരു സിനാരിയോ കണക്ട് ചെയ്യുക. ഒരു പോസിറ്റീവ് കൾച്ചറാണ് അവിടെ കാണിക്കുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് എഴുതുക എന്നുള്ളത്. അപ്പൊ അതിന്റെ ആൻസറും ഞാൻ കാണിച്ചു തരാം. ആൻസർ ഏകദേശം വരുന്നത് എങ്ങനെയാന്നുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു ആൻസർ ലൈക്ക് മാനേജ്മെന്റ് ഹാസ് ടേക്കൺ എ ലോട്ട് ഓഫ് എഫേർട്ട് ഇൻ ഓർഡർ ടു കോപ്പ് അപ്പ് വിത്ത് ദ വൈറസ് സിറ്റുവേഷൻ. ഓക്കെ, അതാണ് ആ ഒരു ഉദ്ദേശം. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് effective control measures and procedures are taken by them in order to control the ill health caused by the workers. Management also understand the legal, moral, financial consequence of such situations. Organization has take good care in managing the risk for workers at home. The approach of the company has clearly defined its moral values towards the workers and shows commitment. On the event of an outbreak, organization and instructed the workforce to work from home, which shows the concern of management towards the workers. അതല്ലേ ഈ വൈറസ് സ്പ്രെഡിന് മീൻസ് അല്ലെങ്കിൽ അവരുടെ വർക്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്തോളാൻ പറയുന്നത് എന്താണ്? അവരൊരു കൺസേൺ കാണിക്കുന്നതല്ലേ. Written guidance procedures are prepared for the best practice for the workers to work from home. Clear guidelines have been communicated to workers, which includes the workstation setup. Organization is using advanced technologies of the remote home working. അത് ചെയ്യുന്നുണ്ട്. Organization has scheduled a 30 minutes meeting on a weekly basis which aims to maintain social contact. പിന്നെ meetings will also have a medium for the work ചെയ്യാൻ വേണ്ടി concern to raise their concern. 1-to-1 meetings കൊടുക്കുന്നുണ്ട്. Overall organization is taking, ഇനി ഒരു കൺക്ലൂഷൻ ആണ് വരുന്നത്. Okay, organization is taking a suitable and sufficient measures to managing the risk of workers, and the positive approach shows the commitment of organization to the workers' well-being. They have also the legal responsibility to look after the well-being of the workers, for which they are doing in an effective way. ഒരു കൺക്ലൂഷൻ കൊടുത്തിരിക്കുന്നത് ആ ഒരു രീതി. പിന്നെ വേറൊരു ആൻസർ നോക്കുകയാണെങ്കിൽ അപ്പൊ അങ്ങനെ പറയാം. ഐ റിയലി അപ്രീഷിയേറ്റ്, ഒരു ഗുഡ് സ്റ്റാർട്ടിങ് കൊടുക്കാം. ഓക്കെ, ഐ റിയലി അപ്രീഷിയേറ്റ് ദ മെഷേഴ്സ് ദ ഓർഗനൈസേഷൻ. ഇതൊക്കെ എന്ന് പറയുന്ന ഒരു നല്ലൊരു ഇംപ്രഷൻ ഇനീഷ്യലി തന്നെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതാം, കുഴപ്പമില്ല. കാരണം നമ്മുടെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. കമന്റ് ഓൺ യുവർ, കമന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒരു ഗുഡ് സ്റ്റാർട്ട് കൊടുക്കാം. I really appreciate the measures the organization is trying to implement to protect the workers from the risk arising as a result of COVID pandemic. Okay. സംഭവം organization has displayed moral legal responsibility by following the government regulations. അല്ലെ, ആ റെഗുലേഷൻസ് അതേപോലെ തന്നെ ഫോളോ ചെയ്യുന്നത് വഴി എന്താണ് ഒരു മോറലും ഒരു ലീഗലുമായിട്ടുള്ള അല്ലെ. ഇല്ലെങ്കിൽ എന്താ, ഗവൺമെന്റ് ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്തില്ലെങ്കിൽ ലീഗൽ വയലേഷൻസ് വരും. അപ്പൊ അത് ഫോളോ ചെയ്യുന്നത് കൊണ്ട് മോറലും ലീഗലുമായിട്ടുള്ള ഒരു സംഭവമാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബൈ റെസ്പോൺസിബിലിറ്റി ബൈ ഫോളോയിങ് ദ ഗവൺമെന്റ് റെഗുലേഷൻസ് ടു അലൗ ദ എംപ്ലോയീസ് ടു വർക്ക് ഫ്രം ദർ ഹോം. ദിസ് വിൽ ബി എ ഹ്യൂജ് മെന്റൽ റിലീഫ് ഫോർ ദ വർക്കേഴ്സ്, employees about their safety from coronavirus and keeping them financially secured on such
ഹാർഡ് ടൈംസ് അല്ലേ? നമ്മൾ കുറച്ച് ജനറൽ ആയിട്ടുള്ള കണ്ടന്റ് എടുത്ത് എഴുതിയിരിക്കുന്നതാണ്. നമുക്ക് കുറെ മെന്റൽ റിലീഫ് കിട്ടും. ഫാമിലിന്റെ കൂടെ തന്നെ നിൽക്കുമ്പോൾ ഒരു വറിയും ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആസ് വെൽ എസ് ഫിനാൻഷ്യലി നമുക്ക് കുറച്ചും കൂടി സ്റ്റേബിൾ ആവാൻ പറ്റും. കാരണം എക്സ്പെൻസ് നമുക്ക് കുറെ കുറയ്ക്കാൻ പറ്റും. Organization is highly concerned about health and safety of the employees working from home, which can be seen from the scenario that written procedures and suitable guidance on safe working practice at the home are distributed. നമ്മൾ പോയിന്റ് എഴുതുമ്പോൾ ഈ ഒരു രീതിയിലുള്ള പോയിന്റ് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. നമ്മൾ ജസ്റ്റ് ഒരു വൺ വേർഡ് പോയിന്റ് എഴുതിയതുകൊണ്ട് കാര്യമില്ല കേട്ടോ. വൺ വേർഡ് അല്ലെങ്കിൽ ഒരു വൺ ലൈൻ പോയിന്റ് എഴുതിയതുകൊണ്ട് കാര്യമില്ല. നമ്മൾ പോയിന്റ് എഴുതുമ്പോൾ കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ടുള്ള കുറച്ചും കൂടെ കണ്ടന്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന തരത്തിലുള്ള പോയിന്റ്സ് വേണം എഴുതാൻ വേണ്ടിയിട്ട്. കണ്ടന്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന തരത്തിൽ ഇങ്ങനെയുള്ള ഒരു 2-3 ലൈൻസ് ഒക്കെ ഉള്ള പോയിന്റ് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. 2-3 ലൈൻസ് ഒക്കെ ഉള്ള പോയിന്റ് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. സോ അതൊന്ന് നോക്കുക. പിന്നെയോ വർക്ക് ഫ്രം ഹോം വിൽ ഹെൽപ്പ് ടു അവോയ്ഡ് മെനി ഇൻസിഡൻസ് അറ്റ് ദ ഓഫീസ് ബിൽഡിംഗ് സച്ച് എസ് റിസ്ക് അറൈസിങ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വയലൻസ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. മെത്തേഡ് ഓഫ് ഷുഡ് ബി ഹൈലി അപ്രീഷിയേറ്റഡ് വെൻ which will remove the need have to direct contact, maintaining social distance. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? In addition to this, organization should take care of certain issues such as tackling technology's failures to the workstation, obvious distributions support ചെയ്ത് കൊടുത്താണ്. Occurring at home which could also increase stress, not able to complete the workers on the time care. അതിനെ കുറിച്ചൊക്കെ കെയർ ചെയ്യണമെന്നൊക്കെ പറയുന്നു. അതാണ് വേറൊരു ആൻസർ വരുന്നത്. ഇനി വേറൊരു ആൻസറും കൂടി കാണിച്ചു തരാലോ. ഈ ആൻസേഴ്സ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ ഒന്ന് വായിച്ചു നോക്കാം. വായിച്ചു നോക്കുന്നതിന്റെ ഉദ്ദേശം കൂടുതൽ ഐഡിയാസ് കിട്ടാൻ നോക്കാം. As a safety advisor working in the organization, I really appreciate the management in taking such effective control measures. വേറൊരു സംഭവം, procedures in managing the risk related to COVID-19 virus. ഓക്കെ, COVID-19 വൈറസ് എഴുതാനൊന്നുമില്ല, കാരണം COVID-19 ആണെന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല. ഗ്ലോബൽ പാൻഡമിക് എന്നല്ല പറഞ്ഞിട്ടുള്ളൂ. Main reason for managing the risk in the organization is moral, legal and financial reasons. Morally, the company is supporting the workers in many ways. They have implemented new working procedures. ആ ഒരു സംഭവങ്ങളൊക്കെ തന്നെ പല രീതിയിൽ എഴുതിയിരിക്കുന്നതാണ്. പല ആൾക്കാരുടെ ആൻസർ ആണിത്. Employer wishes to keep the workers in safe during the pandemic situation. That shows the moral responsibility of the organization. Regular meetings for the client through video conferencing. Company doesn't even want to violate social distancing. They developed written procedures and guidance for the best practice for home working, including the guidance to set up a home working setup environment. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. Guidance has been widespread to you all, and the organization is utilizing the technology to maximize the working experience and support to the clients, workers and business. ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ പല രീതിയിൽ എഴുതുന്നു. ആ ഒരു 1-2 പാരഗ്രാഫില്ലേ, ആ ഒരു പാരഗ്രാഫിനെ പല രീതിയിലേക്ക് മാറ്റി എഴുതുന്നു. അതാണ് സംഭവം എന്ന് പറയുന്നത്. ഈ ഒരു 2 പാരഗ്രാഫ്, ഈ ഒരു 3 പാരഗ്രാഫ് ഇതിനെ പല രീതിയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ചെയ്യുന്നു. ഇതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മുടെ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. പാരഗ്രാഫ് 3, 4, 5 പാരാ 3, 4, 5 അങ്ങനെ ബേസ് ചെയ്തിട്ട് വേണം ആ ഒരു ഫസ്റ്റ് ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. ഇപ്പൊ പോയിന്റ് വൈസ് എഴുതുവാണെങ്കിലും പാരഗ്രാഫ് വൈസ് എഴുതുവാണെങ്കിലും ഏതാണെങ്കിലും കുഴപ്പമില്ല. എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഈ പറഞ്ഞതുപോലെ പാരഗ്രാഫ് ഞാൻ ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നത് പോയിന്റ് ആണ്. പോയിന്റ് എഴുതുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഫസ്റ്റ് പ്രിഫറൻസ് പോയിന്റ് ആണ്. ബട്ട് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഈ പറഞ്ഞ പോലെ പോയിന്റ് വൈസ് എഴുതാനുള്ള ഒരു കണ്ടന്റ് ഉണ്ടാകണമെന്നില്ല. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കുറച്ച് ഗ്യാസ് അടിച്ച് കയറ്റേണ്ടി വരും. പോയിന്റിൽ ഗ്യാസ് അടിച്ച് കയറ്റിയാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അങ്ങനെ ഗ്യാസ് അടിച്ച് കയറ്റേണ്ട ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ പാരഗ്രാഫ് എഴുതുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അങ്ങനെ വരുമ്പോൾ എന്താ, ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന വേർഡ്സ് ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ബോൾഡ് ചെയ്ത് കൊടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ. വേറെ പച്ചയും മഞ്ഞയും കളറൊന്നും കൊടുക്കണ്ട, അണ്ടർലൈൻ ചെയ്യേണ്ട, അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. ജസ്റ്റ് ഒന്ന് ബോൾഡ് ചെയ്ത് കൊടുക്കുക. അത് നല്ലതായിരിക്കും. ആ ഒരു രീതിയിൽ പോയാൽ മതി. ഫസ്റ്റ് പ്രിഫറൻസ് പോയിന്റ് വൈസ് എഴുതാൻ പറ്റുന്നതാണോ നോക്കുക. പോയിന്റ് വൈസ് എഴുതുമ്പോൾ ആലോചിക്കേണ്ട, അല്ലെങ്കിൽ കിട്ടേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 10 മാർക്കാണെങ്കിൽ 10 പോയിന്റ്സ് എത്തിക്കാൻ പറ്റുമോ നോക്കുക. അതാണ് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത നെഗറ്റീവ് കൾച്ചർ എന്നൊക്കെ പറയുന്ന പോയിന്റ്സ് ഒക്കെ ആണെങ്കിൽ അത് നമുക്ക് എഴുതാം. 10 പോയിന്റ്സ് നമുക്ക് എഴുതാൻ പറ്റുന്ന അത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പം ഒരു മോറൽ ആസ്പെക്ട്സിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാലോ, മോറൽ ആസ്പെക്ട്സിനെ കുറിച്ച് 10 പോയിന്റ് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ പെട്ടുപോകുള്ളൂ. നമുക്ക് അങ്ങനെ കറക്റ്റായിട്ട് 10 പോയിന്റ് കൃത്യമായിട്ട് എടുത്ത് എഴുതാൻ പറ്റില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ മാക്സിമം
പാരഗ്രാഫ് എഴുതി അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വരുന്ന ഓരോ പോയിന്റ്സ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് അത്യാവശ്യം കണ്ടന്റ് ഉണ്ട് എന്നുള്ളൊരു ഫീലും വരും. കണ്ടന്റ് ലാഗും വരില്ല. ആ ഒരു രീതി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഫസ്റ്റ് പ്രിഫറൻസ് ഗിവ് ടു ദ പോയിന്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എല്ലാം പോയിന്റ് തന്നെ എഴുതണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. പോയിന്റ് എഴുതിയാലും പാരഗ്രാഫ് എഴുതിയാലും നോക്കുന്ന ആളുടെ പോലെ ഇരിക്കും. ആൻഡ് രണ്ടിനും ഒരേ വെയിറ്റേജ് ഒക്കെ തന്നെയാണ്. കൂടുതൽ മാർക്ക് കുറഞ്ഞ മാർക്ക് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അപ്പം അതൊന്ന് കൺസിഡർ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇതിനകത്ത് റെഫറൻസ് കൊടുക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. റെഫറൻസ് കൊടുക്കണം. റെഫറൻസ് കൊടുക്കാനുള്ള ഒരു സ്പേസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ആൻസർ. ഡോക്യുമെന്റ്സ് ആൻഡ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ യൂസ്ഡ് ഇൻ യുവർ എക്സാമിനേഷൻ എന്ന് പറയുന്ന സംഭവത്തിൽ നമുക്ക് ഇവിടെ റെഫറൻസ് ഫില്ല് ചെയ്യാം. അവിടെ ഏതൊക്കെയാണ് നമ്മുടെ കോഴ്സ് നോട്ട് എന്ന് പറഞ്ഞ് എഴുതാം, ടെക്സ്റ്റ് ബുക്ക് RRCന്റെ ടെക്സ്റ്റ് ബുക്ക് എഴുതാം. നമ്മൾ കൂടുതലായിട്ടും ഒരു 1-2 വെബ്സൈറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ വെബ്സൈറ്റ്സ് എഴുതാം. എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്യാം. മെൻഷൻ ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ ആ ഒരു പ്ലാഗറിസം നമുക്ക് കുറെയൊക്കെ ഒഴിവാക്കാൻ പറ്റും. കാരണം എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്ന് പ്ലാഗറിസം വരുമ്പോൾ അവർ ചെക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എൻക്വയറിക്ക് വേണ്ടി ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ചോദിക്കുന്നത് ഈ സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, നിങ്ങൾ ഈ എഴുതിയതിന്റെ ഒക്കെ പ്രൂഫ് അയച്ചു കൊടുക്കാനാണ് പറയുന്നത്. ഓക്കെ, പ്രൂഫ് അയച്ചു കൊടുക്കാനാണ് പറയുന്നത്. അങ്ങനെയാണ് അവർ മെയിൽ അയക്കുന്നത്. അപ്പം നമ്മുടെ കോഴ്സ് നോട്ടിൽ ഈ കണ്ടന്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ കോഴ്സ് നോട്ട് HSG 245 എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ആണ് റിലേറ്റഡ് ടു HSC. നമ്മൾ RRC ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുന്നു, അതിന്റെ എടുക്കാം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങ് എഴുതി വെക്കുന്നതാണ് നല്ലത്. ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വേണ്ട. ജസ്റ്റ് അതിന്റെ വെബ്സൈറ്റ് ഏതാന്ന് പറയാം. ഏത് എക്സാക്ട്ലി സൈറ്റേഷൻസ് ഒന്നും ഇന്ന പേജ്, ഇന്ന നമ്പർ, ഇന്ന പാരഗ്രാഫ് അങ്ങനെയൊന്നും എഴുതണമെന്നില്ല. ജസ്റ്റ് ആ കോഴ്സ് നോട്ട് അങ്ങനെ ഓവറോൾ ആയിട്ടുള്ള ഒരു സംഭവം കൊടുത്താൽ മതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റിംഗ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേറ്റിംഗ് നമ്മുടെ തേർഡ് എലമെന്റ് കമ്മ്യൂണിക്കേഷൻ കൺസൾട്ടേഷൻ, അതിനെ വെച്ചിട്ടുള്ളതാണ്. ഓക്കെ, effective communication is essentially to positively influence health and safety culture. അത് ജസ്റ്റ് ഒരു കോട്ട് പോലെ പറയുന്നതാണ്. ഓക്കെ, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നതാണ്. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഈസ് എസെൻഷ്യലി ടു പോസിറ്റീവ് ഇൻഫ്ലുവൻസ്. ശരിക്കുമാണ്, അല്ലെ? സത്യമാണ്. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ നല്ലൊരു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കൾച്ചർ അവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ബേസ്ഡ് ഓൺ ദ സിനാരിയോ ഓൺലി ഗീവ് എക്സാമ്പിൾസ് ഓഫ് ഹൗ കമ്മ്യൂണിക്കേഷൻ ഈസ് യൂസ്ഡ് ഇഫക്റ്റീവ്ലി ബൈ ദ organization. Based on the scenario only, give examples of how communication is used effectively by organization. എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് എഫക്റ്റീവ് ആയിട്ട് ഓർഗനൈസേഷൻ യൂസ് ചെയ്തിരിക്കുന്നത്? എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് എഫക്റ്റീവ് ആയിട്ട് ഓർഗനൈസേഷൻ യൂസ് ചെയ്തിരിക്കുന്നത്? ഏതൊക്കെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് നിങ്ങൾക്ക്? മെയിൻലി നമുക്ക് പറഞ്ഞ പോലെ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഗ്രാഫിക് കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ ഡയറക്റ്റ് എടുത്ത് എഴുതാനല്ല പറയുന്നത്. ബട്ട് കണ്ടന്റ്, ഓക്കെ, വെർബൽ കമ്മ്യൂണിക്കേഷൻസ്, ഗ്രാഫിക് കമ്മ്യൂണിക്കേഷൻസ്, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെ 3 തരത്തിലുള്ള ഗ്രാഫിക് എല്ലാ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ അവിടെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. മാക്സിമം അതിനുവേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് റിട്ടേൺ പ്രൊസീജിയേഴ്സ്, റിസ്ക് അസസ്മെന്റ്, നോട്ടീസ് ബോർഡ്, ഇൻട്രാനെറ്റ്, പിന്നെ എല്ലാവരും കോൾ ചെയ്യുന്നു, മാനേജിംഗ് ഡയറക്ടർ അവരെ കോൾ ചെയ്യുന്നു. അതൊക്കെ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന കാര്യമാണല്ലോ. മാനേജിംഗ് ഡയറക്ടേഴ്സ് കോൾ ചെയ്യുന്നു, പിന്നെ പോസ്റ്റേഴ്സ് ഫിക്സ് ചെയ്യുന്നു, പിന്നെ ഗൈഡൻസ് നോട്ട്, പിന്നെ ടീം മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുന്നു, 1-to-1 പേഴ്സണൽ കൺസേൺസ്, അങ്ങനത്തെ കൺസേൺസ് റേസ് ചെയ്യാനുള്ള സംഭവങ്ങൾ, 1-to-1 മീറ്റിംഗ്സ്, അതൊക്കെ വരുന്ന കമ്മ്യൂണിക്കേഷന്റെ കാര്യങ്ങളല്ലേ. അപ്പൊ അതെല്ലാം കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ആൻസേഴ്സ് എഴുതുക. അത് ഓവറോൾ ആയിട്ട് ഒരു പാരഗ്രാഫ് നോക്കുകയാണെങ്കിൽ ലൈക്ക് എല്ലാ പാരഗ്രാഫിലും കമ്മ്യൂണിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അത് എടുത്ത് എഴുതിയാൽ മതി. എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എടുത്ത് എഴുതിയാൽ മതി. ലൈക്ക് കമ്മ്യൂണിക്കേഷൻ ഈസ് ബീൻ യൂസ്ഡ് എഫക്റ്റീവ്ലി ഇൻ ദ ഓർഗനൈസേഷൻ. അതാണ് ഫസ്റ്റത്തെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആയിട്ട് അവിടെ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുക. ഓക്കെ, ഇറ്റ് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഇൻ ഡെവലപ്പിംഗ് ദ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കൾച്ചർ ഓഫ് ഓർഗനൈസേഷൻ. കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ പ്രോസസ് ഓഫ് ഡെലിവറിംഗ്. ഓക്കെ, അത് ജസ്റ്റ് ജനറൽ കൊടുത്താണ്. കമ്മ്യൂണിക്കേഷൻ ടു ബി എഫക്റ്റീവ്, ദ മെസ്സേജ് ഷുഡ് ബി ക്ലിയർ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ. അതൊക്കെ ടെക്സ്റ്റ് ബുക്ക് കണ്ടന്റ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. ടെക്സ്റ്റ് ബുക്ക്, സിനാരിയോ, ലോജിക്ക്, ഇത് 3ഉം കൂടെ കമ്പൈൻ ചെയ്താലേ നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാൻ പറ്റും. ടെക്സ്റ്റ് ബുക്ക്, സിനാരിയോ, ലോജിക്ക്, ഇത് 3ഉം കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു ആൻസർ ഡെവലപ്പ് ചെയ്ത് എഴുതാൻ പറ്റും. The organization has taken all the measures to make smooth
communication. It was evident from the scenario that different modes of communication were used effectively by the organization. Okay, to influence a positive culture among the workers, various ways of communication used. Video conferencing methods. പറഞ്ഞിട്ടില്ലേ 30 minutes weekly arranged to listen the concerns raised. 1-to-1 വീഡിയോ കോൺഫറൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെയോ ടീം മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. Signed copy of risk assessment is placed in the notice board. പിന്നെ email access can go through the finding the risk assessment. Step by step procedures of washing hands. Communications, അതാണ് മെയിൻലി ഉദ്ദേശിക്കുന്നത്. കമ്മ്യൂണിക്കേറ്റ് ത്രൂ ദ ഇമെയിൽ. പിന്നെന്താ സപ്പോർട്ടിംഗ് പോസ്റ്റേഴ്സ്, കമ്പ്യൂട്ടർ മീറ്റിംഗ്സ് ടു കമ്മ്യൂണിക്കേറ്റ് റിട്ടേൺ, സാനിറ്റൈസേഷൻ പ്രൊസീജിയേഴ്സ്, ആ ഒരു സംഭവങ്ങളൊക്കെ തന്നെ അതാണ് അതിൻ്റെ അകത്ത് വരുന്നത്. കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ഒക്കെ എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നതാണ്. ഷോർട്ട് 30 minute ബേസ്ഡ് ഓൺലൈൻ മീറ്റിംഗ്സ്, വീഡിയോ കോൺഫറൻസിങ്, ആ ഒരു പോയിന്റ് എഴുതാം. പ്രൊസീജിയേഴ്സ്, ഗൈഡൻസ് ഓൺ വർക്കിംഗ് സേഫ്ലി, അത് 1-to-1 മീറ്റിംഗ്, ഓഫീസ് മീറ്റിംഗ്, സേഫ്റ്റി നോട്ടീസ് ബോർഡ്, ഇമെയിൽസ്, ഗ്രാഫിക്കൽ പോസ്റ്റേഴ്സ് ഇൻ ദ ഹൈജീൻ വാഷ്റൂം, ഇന്റർനെറ്റ് സിസ്റ്റംസ്, ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് അതൊക്കെയാണ് വരുന്നത്. പിന്നെ ഇതാണെന്താ എഴുതിയിരിക്കുന്നത്, ഇത് കണ്ടില്ല ഇടയ്ക്ക് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു രീതിയിൽ നമുക്ക് ആൻസർ എഴുതാം വേണമെങ്കിൽ. ഇതിപ്പോൾ ഒരു പോയിന്റ് വൈസ് ചെയ്തിരിക്കുന്നു. ചിലത് പോയിന്റ് ആണ്, ചിലത് പാരഗ്രാഫ് ആണ്, എങ്ങനെ വേണമെങ്കിലും എഴുതാം. Communication is an essential part in promoting improving health and safety culture. Communication is a process of delivering information from sender to recipient, and to be effective, the information should be transmitted and understood. So, I just introduction കൊടുക്കുന്നതാണ്. Various types of communication methods are used in the scenario. For example, posting the additional social distancing measures, risk of company intranet, significant findings, direct fields of risk assessment with workers team meeting, more direct and feel be more personal, check the understanding, actually allows the exchange of views, we can collect suggestions from them, posting a signed copy of risk assessment, അത് ഇതെന്നൊക്കെ പറഞ്ഞ ആ ഒരു സംഭവങ്ങളെല്ലാം തന്നെ എഴുതുന്നുണ്ട്. ഇതാണ് ആ ഒരു കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ എന്നുള്ളത്. പോസ്റ്റേഴ്സ് ഇൻ മോസ്റ്റ് കോമൺ ഏരിയാസ് ലൈക്ക് വാഷ്റൂംസ്, അവൈലബിൾ റെഫറൻസ്. നമ്മൾ ആ കമ്മ്യൂണിക്കേഷന്റെ കുറച്ച് അഡ്വാൻറ്റേജസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഗ്രാഫിക്കിന്റെ അഡ്വാൻറ്റേജ്, റിട്ടേണിന്റെ കാര്യങ്ങളൊക്കെ എല്ലാം കൂടി, അതാണ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതിന്റെ അഡ്വാൻറ്റേജസും കൂടി മെൻഷൻ ചെയ്തിട്ട് നമ്മൾ എഴുതിയാൽ മതി. കമ്മ്യൂണിക്കേഷൻ, റിട്ടേൺ, അതിന്റെ എല്ലാം കൂടി, റിട്ടേൺ, പോസ്റ്റേഴ്സ്, വെർബൽ, അതിന്റെയൊക്കെ അഡ്വാൻറ്റേജസ് ഒക്കെ മെൻഷൻ ചെയ്തു. എന്നാലേ നമുക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. ആ ഒരു കണ്ടന്റ് അതാണ് ടെക്സ്റ്റ് ബുക്ക് സിനാരിയോ ലോജിക്ക് എന്ന് പറയുന്നത്. അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഒരു തേർഡിന്റെ ഒരു ആൻസർ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ പാരഗ്രാഫിൽ നമ്മൾ ഇമ്പോർട്ടന്റ് പോയിന്റ്സിനെ ഹൈലൈറ്റ് ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ പോയിന്റ് വൈസ് ഈ ഓരോ പോയിന്റ്സിനെ നമ്മൾ അല്ലെങ്കിൽ പോയിന്റ് വൈസോ എങ്ങനെ വേണമെങ്കിലും എഴുതാം, കുഴപ്പമില്ല. ബേസ്ഡ് ഓൺ ദ സിനാരിയോ ഓൺലി എന്ന് പറഞ്ഞിട്ടില്ല, ജനറൽ ആയിട്ടാണ്. അപ്പൊ നമുക്ക് ഇന്റർനെറ്റ് റെഫർ ചെയ്യാം, ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാം, സിനാരിയോ മിക്സ് ചെയ്യുക. സിനാരിയോ കൂടി ഈ പറഞ്ഞ പോലെ ബെനിഫിറ്റ്സ് അതുണ്ട്, ഇതുണ്ടാവും, കൂടുതൽ വർക്ക് കിട്ടും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു ഇൻഷുറൻസ് കമ്പനിയാണ്. അപ്പൊ അതിനെ കണക്ട് ചെയ്തിട്ടുള്ള ഓവറോൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് എഴുതുക എന്നുള്ളതാണ് ഐസോ സർട്ടിഫിക്കേഷന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ആൻസർ ഇങ്ങനെ എഴുതാം. പിന്നെ ഇതിനകത്ത് ഇങ്ങനെ പോയിന്റ് വൈസ് ചെയ്തിട്ടുണ്ട്. സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു ഓക്യുപ്പേഷൻ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം ഷുവർലി മേക്ക് മാനേജ്മെന്റ് അവർ ബിസിനസ് ഈസിയർ. ന്യൂ വൈറസ് റിസ്ക് ഈസ് അമെൻഡഡ്, ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സിംറ്റംസ് ഈ കൺട്രോൾ മെഷേഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും, അതാണ് ഉദ്ദേശിക്കുന്നത്. പ്രോട്ടോകോൾ ടു ഫോളോ യൂസിങ് സെയിം അപ്രോച്ച്. ഓർഗനൈസേഷൻ കണ്ടിന്യൂസ് ഇതിപ്പോ പോയിന്റ് വൈസ് കുറച്ച് ഗ്യാസ് അടിച്ച് കയറ്റി ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. സിസ്റ്റമാറ്റിക് മെത്തേഡ് വുഡ് കോസ് ഡിഫിക്കൽട്ടീസ് ഇൻ പ്രോപ്പർലി മാനേജിംഗ് ദ റിസ്ക് വൈറസ് ട്രാൻസ്മിഷൻ കാര്യങ്ങളൊക്കെ ഒരു 10 പോയിന്റ്സിന് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിരിക്കുന്നു. പിന്നെ ഇത് ഫുള്ള് പേരാ. Already international certification in occupational health and safety, which has been followed for many years in our business history, clearly seen that made our organization efficient and attracted various important clients that our backbone of the company's economic growth. Certification shows a robust proof of organization. അതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. We do follow well internationally accepted health and safety standards. Implementation has been reflected in health and safety performance too.
There are organizations having very low accident rate, absence and staff turnover is very low comparing to other similar organizations in the city. We do follow a safe system of work, prepare risk assessment for each and other risk associated. അങ്ങനെ കഥ അങ്ങനെ പോകുന്നു. അതാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. ആ ഒരു സംഭവങ്ങൾ എല്ലാം മിക്സ് ചെയ്ത് എഴുതുക എന്നുള്ളത്. അതാണ് ഇതിന്റെ ഒരു ആൻസർ ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 4 എന്ന് പറഞ്ഞാൽ അപ്ലൈയിങ് ഫർദർ കൺട്രോൾ മെഷേഴ്സ്. ഓക്കെ, അപ്ലൈയിങ് ഫർദർ കൺട്രോൾ മെഷേഴ്സ് എന്ന് വെച്ചാൽ based on the scenario only, what administrative measures are the organization planning to take that would limit the spread of virus and keep the workers safe and healthy? What administrative measures എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ റിസ്ക് അസസ്മെന്റ് ചാപ്റ്ററിൽ ഹയറാർക്കി ഓഫ് കൺട്രോൾ എന്ന് പറയുന്നതിൻ്റെ അകത്ത് എലിമിനേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, എഞ്ചിനീയറിംഗ് കൺട്രോൾ മെഷേഴ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ മെഷേഴ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ചാപ്റ്റർ 3 റിസ്ക് അസസ്മെന്റിന്റെ അകത്ത്. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ മെഷേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു കണ്ടന്റിനെ ബേസ്ഡ് ഓൺ ദ സിനാരിയോ ഓൺലി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കണ്ടന്റിന് അതിനകത്തുള്ള കണ്ടന്റ് എന്താണ്? എക്സ്പോഷർ ടൈം കുറയ്ക്കുക, പിന്നെ ആ ഒരു സംഭവം ഉണ്ടല്ലോ ടെക്സ്റ്റ് ബുക്കിൽ, പിന്നെ സൂപ്പർവിഷൻ, ഇൻസ്ട്രക്ഷൻ, ട്രെയിനിങ്സ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക, അതാണ് വരുന്നത്. ആ ഒരു കണ്ടന്റിനെ നമ്മുടെ സിനാരിയോയിലുള്ള കണ്ടന്റ് മാത്രമായിട്ട് മിക്സ് ചെയ്തിട്ട് എഴുതുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ മെഷേഴ്സ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്, അതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് ദർ ആർ പ്ലാനിങ് ടു ലിമിറ്റ് ദ സ്പ്രെഡ് ഓഫ് വൈറസ്. എന്താണ്? കൂടുതൽ ട്രെയിനിങ് കണ്ടക്ട് ചെയ്യാൻ പറയുന്നില്ലേ, കൂടുതൽ ബിഹേവിയർ ദാറ്റ് ആൾട്ടറിങ് ദ വേ ഓഫ് വർക്ക്, ചേഞ്ചിങ് ദ പോളിസി, വർക്കിംഗ് മെത്തേഡ്സ്, അതൊക്കെ പറയുന്നില്ലേ. എന്താണ് ഫസ്റ്റ് എയ്ഡ് പോളിസി ചേഞ്ച് ചെയ്യണമെന്ന് പറയുന്നു, ഫയറിന്റെ പോളിസി ചേഞ്ച് ചെയ്യണമെന്ന് പറയുന്നു. ഇതൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ മെഷേഴ്സ് ആണ്. വർക്കിംഗ് ടൈം, സേഫ് സിസ്റ്റം ഓഫ് വർക്ക് ഡെവലപ്പ് ചെയ്യണമെന്ന് പറയുന്നു, റിസ്ക് അസസ്മെന്റ്, സ്പെസിഫിക് റിസ്ക് അസസ്മെന്റ് ഡെവലപ്പ് ചെയ്യണമെന്ന് പറയുന്നു, കൂടുതൽ ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയുന്നു. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെയൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് എഴുതുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ മെഷേഴ്സ് എന്ന് പറയുന്നത്. റിസ്ക് അസസ്മെന്റ് ഡെവലപ്പ് ചെയ്യാൻ പറയുന്നു, സ്പെസിഫിക് റിസ്ക് അസസ്മെന്റ് കണ്ടക്ട് ചെയ്യാൻ പറയുന്നു, പിന്നെ അഡ്വാൻസ് ഇംപ്ലിമെന്റിങ് അതിനുള്ള റിസർച്ച് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നില്ല, അതുണ്ട്. ഗവൺമെന്റ് അഡ്വൈസ് ഫോളോ ചെയ്യാൻ പറയുന്നു, അതിനെ പ്രിപ്പയർ ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ റിസ്ക് അസസ്മെന്റ് ആയി ഇമെയിൽസ് അയക്കാൻ പറയുന്നു, പോസ്റ്റേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ മെഷേഴ്സിൽ വരുന്ന കാര്യങ്ങളാണ്. അതെല്ലാം സേഫ് സിസ്റ്റം ഓഫ് വർക്ക്, ഫസ്റ്റ് എയ്ഡ് പോളിസി, ഇവാക്യുവേഷൻ അറേഞ്ച്മെന്റ്സ്, എമർജൻസി പ്രൊസീജിയേഴ്സ്, പിന്നെ വൈറസ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അതിനുള്ള സെറ്റപ്പ്, പിന്നെ ഡീറ്റെയിൽഡ് അനാലിസിസ് അത് ചെയ്യുന്നു, വർക്കർ കൺസൾട്ടേഷൻ, ട്രെയിനിങ്, അസോസിയേറ്റഡ് പ്രസന്റേഷൻ, വർക്ക്ഷോപ്പ്, സൂപ്പർവിഷൻ, ഇതൊക്കെ വരുന്നത് ഏതാ? നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ മെഷേഴ്സിൽ വരുന്ന കാര്യങ്ങളാണ് അതൊക്കെ. സേഫ് സിസ്റ്റം ഓഫ് വർക്ക് ഡെവലപ്പ് ചെയ്യുക, ഇൻഫർമേഷൻ, ഇൻസ്ട്രക്ഷൻസ്, ട്രെയിനിങ്സ്, സൂപ്പർവിഷൻസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജർ പ്ലാൻ ടു അപ്ഡേറ്റ് ഫയർ എയ്ഡ് പോളിസി, ഫയർ ഇവാക്യുവേഷൻ പോളിസി, നെസസറി അറേഞ്ച്മെന്റ്സ്, control, new situation of fire, social distancing is required to maintain new working procedures, first aid, fire evacuation. അതിനൊരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ കൊടുത്താണ്. ന്യൂ റിപ്പോർട്ടിംഗ് റിക്വയർമെന്റ്സ് അതിനുവേണ്ടി കൊടുത്തു. പിന്നെന്താ ഡയഗ്നോസ് ആൻഡ് ഫെസിലിറ്റേറ്റ് മാനേജർ ഈസ് വോളണ്ടിയറിംഗ് ടു ക്യാരി ഔട്ട് ദ ഡീറ്റെയിൽഡ് അനാലിസിസ്, കോഓപ്പറേറ്റ്. Health and safety morals, risk assessment is prepared which helps to understand the effectiveness of control measures, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അതിനൊന്ന് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് കുറച്ച് ഗ്യാസ് അടിച്ചാൽ നിങ്ങൾക്ക് തന്നെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. കുറച്ചും കൂടി എക്സ്ട്രാ പഞ്ച് കൊടുത്തിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അത് 20 മാർക്കിന്റെ ആയതുകൊണ്ട് നമുക്കൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുറച്ചും കൂടി എക്സ്ട്രാ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിനെ ഇൻക്ലൂഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പോയിന്റ് വൈസ് എഴുതാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അതിന് മാത്രം 20 മാർക്ക് 600 വേർഡ്സിന് എഴുതാനുള്ള പോയിന്റ് ഒന്നും ഇതിനകത്ത് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാടിൽ. അപ്പം അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് പാരഗ്രാഫ് എഴുതുക. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ എല്ലാവരും പാരഗ്രാഫ് ഒക്കെ തന്നെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഓക്കെ, ഇത് പോയിന്റ് ആണ്. ഓക്കെ ഓക്കെ, പോയിന്റ് എഴുതുന്നതിന് കുഴപ്പമില്ല. ബട്ട് നമുക്ക് കുറച്ച് ലെങ്തി പോയിന്റ്സ് ആണ് എഴുതി വെച്ചിരിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ മെഷേഴ്സ്, ഓർഗനൈസേഷൻസ്, അങ്ങനെ കാര്യങ്ങൾ.
അതാണ് ആ ഒരു എന്തൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ മെഷേഴ്സ് എന്ന് പറയുന്ന ആ ഒരു പാരഗ്രാഫ് 2 ലാസ്റ്റിലത്തെ ആ ഒരു 3 പാരഗ്രാഫിന്റെ അകത്ത് നമുക്ക് കുറെ കൺട്രോൾ മെഷേഴ്സ് കിട്ടും. അതെങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അതിന്റെ അകത്ത് എഴുതേണ്ടത്. ആ ഒരു രീതിയിൽ വേണം നമ്മളത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ടാസ്ക് നമ്പർ 5 ആണ്. ഇൻഫ്ലുവൻസിങ് ദ ബിഹേവിയർ ടു ഇംപ്രൂവ് ദ പെർഫോമൻസ് എന്ന് പറയുന്നത്. ഇൻഫ്ലുവൻസിങ് ദ ബിഹേവിയർ ടു ഇംപ്രൂവ് ദ പെർഫോമൻസ് എന്ന് പറയുന്നത്. ലൈക്ക് വെൻ വർക്കേഴ്സ് ഇവാഞ്ചുവലി എന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബിഹേവിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 15 മാർക്ക് ഉണ്ട്. 15 മാർക്ക് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 450 വേർഡ്സ് എങ്കിലും എഴുതാണ്ട് വരും. 450 വേർഡ്സ്, അതായത് 300 വേർഡ്സിന് 10 മാർക്കിന് 300 വേർഡ്സ്, അപ്പൊ 15 മാർക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം 450 വേർഡ്സിനടുത്ത് നമ്മൾ ആൻസർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ഓക്കെ നമ്മള് ഈ പറഞ്ഞ പോലെ 450 വേർഡ്സ് എഴുതേണ്ടി വരും. അപ്പൊ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെൻ വർക്കേഴ്സ് ഇവൻച്വലി റിട്ടേൺ ടു വർക്കിംഗ് ഇൻ ദ ഓഫീസ്. ഓക്കെ, വെൻ വർക്കേഴ്സ് ഇവൻച്വലി റിട്ടേൺ ടു വർക്കിംഗ് ഇൻ ദ ഓഫീസ്, അതായത് തിരിച്ചു വരുമ്പോ. ഓക്കെ, വിത്ത് ദ ന്യൂ കൺട്രോൾ മെഷേഴ്സ് ഇൻ പ്ലേസ്, പുതിയ കൺട്രോൾ മെഷേഴ്സ് ആണ് ഉണ്ടാകുക. കാരണം പുതിയ കുറെ കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട്. ദേ വിൽ നീഡ് ടു അഡാപ്റ്റ് ടു ന്യൂ ബിഹേവിയേഴ്സ്. കാരണം പുതിയ കൺട്രോൾ മെഷേഴ്സ് ആണ്, പുതിയ രീതികളാണ്. അപ്പോൾ പുതിയ ബിഹേവിയേഴ്സുമായിട്ട് അവർക്ക് അഡാപ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ലൈക്ക് സോഷ്യൽ ഡിസ്റ്റൻസിങ്, PPEs, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് അഡാപ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം യു തിങ്ക് ദാറ്റ് ദ ഓർഗനൈസേഷൻ വിൽ ബി ഇഫക്റ്റീവ് ഇൻ പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസിങ് ദിസ് ബിഹേവിയർ ചേഞ്ച്. അതായത് നിങ്ങൾ തിങ്ക് ചെയ്യുന്നു ഓർഗനൈസേഷൻ വിൽ ബി ഇഫക്റ്റീവ് ഇൻ പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസിങ് ദിസ് ബിഹേവിയർ ചേഞ്ച് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഓർഗനൈസേഷൻ വിൽ ബി ഇഫക്റ്റീവ് ഇൻ പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസിങ് ദിസ് ബിഹേവിയർ ചേഞ്ച് എന്ന് വെച്ചാൽ എന്താ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോസിറ്റീവ്ലി, നമ്മളിപ്പോ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, അതൊക്കെ നല്ല രീതിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അവിടെ വരുന്ന വർക്കേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളത് യു തിങ്ക് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പം യു തിങ്ക് എന്ന് പറയുമ്പോൾ എന്താണ്? നെഗറ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങളൊന്നുമില്ല, നമ്മൾ പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് വരുന്നത്. യു തിങ്ക് ദ ഓർഗനൈസേഷൻ വിൽ ബി എഫക്റ്റീവ് ഇൻ പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസിങ്. അപ്പൊ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവിടെ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യും, അതായത് പോസിറ്റീവ് രീതിയിൽ അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അപ്പം ജസ്റ്റിഫൈ വൈ യു ബിലീവ് സോ, എന്തുകൊണ്ട് നിങ്ങൾ അതെങ്ങനെ വിചാരിക്കുന്നു? ജസ്റ്റിഫൈ വൈ യു ബിലീവ് ദിസ് യൂസിങ് എക്സാമ്പിൾസ് ഫ്രം ദ സിനാരിയോ only to support your justification. Justify why you believe this. അതാണ് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ പോസിറ്റീവ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നേ എന്ന് വിചാരിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന കൺട്രോൾ മെഷേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ ആൾക്കാർ അതിനോട് പോസിറ്റീവ് രീതിയിൽ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ പോസിറ്റീവ് രീതിയിൽ പ്രതികരിക്കുമെന്ന് വിചാരിക്കുന്നത്? അതാണ് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്. ജസ്റ്റിഫൈ വൈ യു ബിലീവ് ദിസ്, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ തിങ്ക് ചെയ്യുന്നത്? പിന്നെ യൂസിങ് എക്സാമ്പിൾസ് ഫ്രം ദ സിനാരിയോ ഓൺലി ടു സപ്പോർട്ട് യുവർ ജസ്റ്റിഫിക്കേഷൻ. എന്തൊക്കെ എക്സാമ്പിൾസ് ആണ് നിങ്ങൾക്ക് സിനാരിയോ ഒന്ന് എടുത്ത് എഴുതാൻ പറ്റുക എന്നുള്ളത്, അതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പം എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ എന്താ ഓൾറെഡി പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ നിങ്ങൾ നെഗറ്റീവ് ആസ്പെക്ട്സിൽ അതിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. ആ പോസിറ്റീവ് ആയിട്ടുള്ള സംഭവം അതിനെ ഫസ്റ്റ് ജസ്റ്റിഫൈ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യും എന്ന് വിചാരിക്കാനുള്ള കാരണം എന്താണ്? ആ ഒരു സംഭവത്തെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യും എന്ന് പറയുന്നതിനെ കുറിച്ചും കുറച്ച് എക്സാമ്പിൾസ് എടുത്ത് എഴുതണം. അതാണ് ചെയ്യേണ്ടത്. അപ്പം എങ്ങനെയാ? ഓർഗനൈസേഷൻ വിൽ ബി പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസിങ്, നമ്മൾ ആ ഫസ്റ്റത്തെ ജസ്റ്റിഫൈ ചെയ്യണം. അതിനെ തന്നെ നമ്മൾ ഒന്നും കൂടി ഉറപ്പുവരുത്തുകയാണ് അത് അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട്. ടു ഡെവലപ്പ് എ പോസിറ്റീവ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കൾച്ചർ, the organization did various factors so that the employees can adopt to the new procedures implemented. Organization has prepared a lot before sending back the workers to the office. അപ്പൊ കുറെ കാര്യങ്ങൾ പ്രിപ്പറേഷൻസ് ഒക്കെ അവർ നടത്തുന്നുണ്ടെന്നാണ്. ഇനീഷ്യലി ദേ ഹാവ് അറേഞ്ച്ഡ് എ മീറ്റിംഗ് വിത്ത് ദ മാനേജേഴ്സ്, അങ്ങനെയുള്ള കുറെ അതൊക്കെ എക്സാമ്പിൾസ് പറയുന്നതല്ലേ. മീറ്റിംഗ് ഉണ്ട്, ആ ഒരു റിപ്പീറ്റേഷൻ ആണെന്ന് ചോദിച്ചാൽ കുറെയൊക്കെ കണ്ടന്റ് റിപ്പീറ്റേഷൻ ആണ്, കീ കണ്ടന്റ് റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്, ആൻസർ സ്ട്രക്ചർ ഇതിന്റെ വ്യത്യാസമുണ്ട്, മുകളിലത്തെ വ്യത്യാസമുണ്ട്. ഓക്കെ,
ഇത് ഇവരിങ്ങനെ ചെയ്യുന്നുണ്ട്, പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യും എന്നൊരു സംഭവം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കമ്പനി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പറയുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നത്. അപ്പം ആ ഒരു സംഭവം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഡെവലപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കണം. സേഫ്റ്റി ഓഫീസേഴ്സ് ഉണ്ട്. പിന്നെ ബിഫോർ മീറ്റിംഗ് ദേ ഓൾസോ അപ്പോയിന്റഡ് സേഫ്റ്റി ഓഫീസർ, ഫെസിലിറ്റി മാനേജേഴ്സ് റിഗാർഡിംഗ് ദ ക്രിയേഷൻ ഓഫ് റിസ്ക് അസസ്മെന്റ്. Management can communicate the findings of risk assessment. Management has appointed supervisors, managers for effective implementations. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തരത്തിൽ എന്ന് വെച്ചാൽ കീ കണ്ടന്റ് ഓൾമോസ്റ്റ് സെയിം ആണ്, ബട്ട് അതിന്റെ സ്ട്രക്ചർ, ആൻസർ സ്ട്രക്ചർ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ട്. അതാണ് ഈ ഒരു ആൻസർ എഴുതുന്ന രീതി എന്ന് പറയുന്നത്. ആണെന്ന് നമ്മൾ പറയുക, എന്നിട്ട് അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് എക്സാമ്പിൾസ് എടുത്ത് എഴുതുക. New changes. Organization focused on planning, conducting meeting to discuss about the safe return of employees to the workplace. ഡിസ്കസ് ദ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സംഭവമല്ലേ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആ ഒരു സംഭവം ആഡ് ചെയ്യുക. അതാണ് ക്വസ്റ്റ്യനിലെ കീവേഡ് നമ്മൾ ആൻസറിൽ ആഡ് ചെയ്യണം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനിലെ കീവേഡ് നമ്മൾ ആൻസറിൽ ആഡ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു നമ്മൾ കുറച്ചൊക്കെ ഔട്ട് ഓഫ് കണ്ടന്റ് പോവുകയാണെങ്കിലും ആ ഒരു കീവേഡ് അതിന്റെ അകത്ത് ഉണ്ടെങ്കിൽ എന്താണ്, ഒബിയസ്ലി നമ്മൾ അതിലേക്ക് പിടിച്ചു വെക്കും. ആ ഒരു സംഭവം അതിന്റെ അകത്തേക്ക് പിടിച്ചു വെക്കും. ആ ഒരു ആൻസറിലേക്ക് തന്നെ നമ്മൾ വീണ്ടും വായിക്കുന്ന ആൾക്കാർക്കും അതിലേക്ക് തന്നെ കൂടുതൽ കോൺസെൻട്രേഷൻ വരും. അതാണ് അതിന്റെ അകത്ത് ഒരു സംഭവം എന്ന് പറയുന്നത്. ആ രീതിയിൽ വേണം നമ്മൾ അത് ഡെവലപ്പ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട്. പേഴ്സണൽ ഹൈജീൻ പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ അവസാനം നമ്മൾ എന്താണ് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, കൺക്ലൂഷൻ എന്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ നോക്കട്ടെ. ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? വർക്കേഴ്സിന്റെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ all these help the workers to adopt ഈ ഒരു കൺക്ലൂഷൻ. Management need to give more emphasis on training programs and workshop for supporting these programs. They also use presentations so that the workers will understand in a better way. All these will help the workers to adapt to the new changes, even though the new changes take time to adopt, especially for the young workers. Management will find a positive change in overall behavior change. നമ്മൾ ആ കൺക്ലൂഷൻ, ആ ഒരു ക്വസ്റ്റ്യനിലേക്കുള്ള ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്ന സംഭവം, ക്വസ്റ്റ്യനിലേക്കുള്ള ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്ന സംഭവം, അതാണ് നമ്മൾ ഇതിന്റെ അകത്ത് ചെയ്യുന്നത്. ഇതിന്റെ അകത്ത് വരുമ്പോഴോ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കൾച്ചർ ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ ഇസ് ഹാവിംഗ് എ പോസിറ്റീവ് കൾച്ചർ ആൻഡ് റിഫ്ലെക്ട്സ് ഇൻ എംപ്ലോയീസ് വർക്കിംഗ്. ഓൾറെഡി പോസിറ്റീവ് കൾച്ചർ ആണ്. അതുകൊണ്ട് ഇങ്ങനെ എന്താ ബാക്ക്ഗ്രൗണ്ട് അത്യാവശ്യം നല്ല പോസിറ്റീവ് ആണ്. അപ്പൊ ഇനിയും ഇങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒബിയസ്ലി എന്താണ് ആൾക്കാർ ഇതിലേക്ക് പോസിറ്റീവ് ആയിട്ട് തന്നെ ഇരിക്കും. കാരണം അവർക്കൊരു പോസിറ്റീവ് കൾച്ചർ ഉണ്ട്. അതുകൊണ്ട് മീൻസ് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് എന്ത് ISO സർട്ടിഫിക്കേഷൻസ് ഉണ്ടെന്ന് പറയുന്നത്. വിച്ച് ക്യാൻ ഓൺലി ഹാപ്പൻ ഇഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് ദ മാനേജർ തിങ്സ് അബൌട്ട് സേഫ്റ്റി. ക്ലിയർ ആയിട്ടുള്ള പോളിസി ഉണ്ട്, ലീഡർഷിപ്പ് ഉണ്ട്, കാണാൻ പറ്റില്ലേ. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ സോ ഐ ബിലീവ് പീപ്പിൾ വിൽ അഡോപ്റ്റ് ദ ന്യൂ ബിഹേവിയർ ബൈ അണ്ടർസ്റ്റാൻഡിംഗ് ദ സിറ്റുവേഷൻ ആൻഡ് ബൈ seeing the commitment shown by the management to employees. Resources. Organization has provided adequate money, time, effort, personal protective equipment, measures to carry the work. They have developed a procedure for wearing personal protective equipment, work especially at the close room. ഇത് എവിടെയാണെന്നറിയോ ഈ സംഭവങ്ങൾ നമ്മൾ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. ജിയോ ഫാക്ടേഴ്സ് ഇല്ലേ, ജോബ്, ഇൻഡിവിജ്വൽ, ഓർഗനൈസേഷൻ, ആ ഒരു ഓർഗനൈസേഷന്റെ സംഭവമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇൻഫ്ലുവൻസിങ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ചാപ്റ്ററിനെ മനസ്സിലാക്കാൻ പറ്റില്ലേ, ജിയോ ഫാക്ടർ ആണെന്നുള്ളത്. അപ്പൊ ആ ഒരു ജോബ്, ഇൻഡിവിജ്വൽ, ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ചാണ് ഇതിന്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. ജോബ്, ഇൻഡിവിജ്വൽ, ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ച് ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ചാണ് ഇതിന്റെ അകത്ത് വരുന്നത്. റിസോഴ്സസ്, കമ്മ്യൂണിക്കേഷൻ, നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ. ഫോളോഡ് ത്രൂ ദ ഓർഗനൈസേഷൻ, ക്ലിയർ ചെയിൻ ഓഫ് കമാൻഡ് ഉണ്ടായിരുന്നു. മാനേജിംഗ് ഡയറക്ടർ കോൾ ദ ഫെസിലിറ്റീസ്, ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് മീ എന്ന് പറയുന്നത് എന്താ, കാരണം യു എന്ന് പറഞ്ഞിട്ടല്ല ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ആൻഡ് മീ ടു എ മീറ്റിംഗ് ആൻഡ് ടു ക്യാരി ഔട്ട് സ്പെസിഫിക് വൈറസ് റിസ്ക് അസസ്മെന്റ്, അങ്ങനെ ഉണ്ട്. പിന്നെന്താ ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാം കാരണം എന്താണ്, ബേസിക്കലി അവരത് ഇൻഫ്ലുവൻസ്ഡ് ആകും എന്ന് പറഞ്ഞ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുന്നത്. നമ്മൾ ഫൈനൽ എന്ന് പറയുന്നത് ഫൈനൽ കൺക്ലൂഷനിൽ, ജസ്റ്റിഫിക്കേഷനിലൊക്കെ ഫൈനൽ കൺക്ലൂഷൻ എന്ന് പറയുന്നത് നമ്മൾ അതിനെ സ്ട്രോങ് ആയിട്ട് സാധൂകരിക്കണം, അല്ലെങ്കിൽ എന്താ സ്ട്രോങ് ആയിട്ട് അതിനെ അഗ്രി ചെയ്യുന്ന രീതിയിൽ വേണം. ജസ്റ്റിഫിക്കേഷൻ, ജസ്റ്റിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ടത് ആ ഒരു പോയിന്റിനെ നമ്മൾ സ്ട്രോങ് ആയിട്ട് അഗ്രി ചെയ്യുന്ന രീതിയിൽ വേണം കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു രീതിയിൽ അതിനെ എൻഡ് ചെയ്യുക. അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 5 എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 5 എന്ന് പറയുന്നത്.
കൂടുതൽ എഴുതി കഴിഞ്ഞാൽ അതിന്റെ ഒരു ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതെങ്ങനെ നമ്മുടെ ബ്രെയിൻ ഇതിൻ്റെതായിട്ടുള്ള ആ ഒരു രീതിയിലേക്ക് വരും. പിന്നെ ഓൾറെഡി നമ്മൾ ഇത് തന്നെ കുറെ എഴുതി വെച്ചതുകൊണ്ട് നമ്മുടെ തലയിൽ എപ്പോഴും അതിങ്ങനെ ഓർമ്മയിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊരു റിയൽ ടൈം വരുമ്പോഴേക്കും നമ്മളൊരു എക്സാം ഒക്കെ ചെയ്യാൻ എക്സാം ഒക്കെ പ്രിപ്പയർ ചെയ്ത് ആ ഒരു ടൈമിലേക്ക് വരുമ്പോഴേക്കും ഇത് തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം ഇത് ഓൾറെഡി നമ്മൾ 2-3 വട്ടം എഴുതിയതാണ്. എക്സാക്ട് ക്വസ്റ്റ്യൻ വന്നില്ലെങ്കിലും ഇത് ഓൾറെഡി നമ്മൾ എഴുതിയത് കൊണ്ട് എന്താണ് ഇതൊക്കെ പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ടാണ് വീണ്ടും എഴുതണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കൂടുതൽ എഴുതുക എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ അകത്ത്. ഒന്നും പഠിക്കാനില്ല, ഒന്നും ബൈ ഹാർട്ട് പഠിക്കണ്ട, ഒന്നും അങ്ങനത്തെ കാര്യങ്ങളെ ചെയ്യാനില്ല. ജസ്റ്റ് നിങ്ങൾ എഴുതുക. അതാണ് മാക്സിമം ചെയ്യാനുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വീണ്ടും എഴുതുക എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ചെക്കിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എഫക്റ്റീവ്നെസ് ത്രൂ ഓഡിറ്റിംഗ്. ചെക്കിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എഫക്റ്റീവ്നെസ് ത്രൂ ഓഡിറ്റിംഗ് എന്നുള്ളത്. മാനേജിംഗ് ഡയറക്ടർ appears to be confused about audit, inspection and those who carry them out. അതല്ലേ ആ ഒരു ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്? മാനേജിംഗ് ഡയറക്ടർ ഓഡിറ്റ് വേണ്ട, ഇൻസ്പെക്ഷൻ വേണ്ട, ISO സർട്ടിഫിക്കേഷൻസ് ഒന്നും വേണ്ട എന്ന് പറയുന്നില്ലേ? ഓഡിറ്റ്, തേർഡ് പാർട്ടി ഓഡിറ്റ് ചെയ്യണ്ട, കാരണം കൂടുതൽ എക്സ്പെൻസ് വരുന്നുണ്ട്, ഓൾറെഡി നമുക്ക് ഇൻസ്പെക്ഷൻസ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പം advise the managing director on difference between audit and a workplace inspection. Difference between audit and a workplace inspection. അതിനെ കുറിച്ച് അയാളെ അഡ്വൈസ് ചെയ്യാന്നുള്ളത്. അത് ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അതിനകത്ത് നമ്മുടെ ഇപ്പം ഈ ഒരു കമ്പനിയിൽ വരുന്ന കുറച്ച് സിനാരിയോ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതണമെന്നേ ഉള്ളൂ. ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്ത് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ബട്ട് കുറച്ച് നമ്മുടെ സിനാരിയോ ബേസ് ചെയ്ത് തന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ അകത്ത് എന്താണ് ഈ പറഞ്ഞ പോലെ ഒരു ഫയർ എക്സ്റ്റിങ്ഷർ എന്ന് പറയുന്ന സംഭവം ഒബ്വിയസ്ലി ആ ഒരു ഓഫീസിൽ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഇൻസ്പെക്ഷൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറഞ്ഞ പോലെ സെയിം സാധനം തന്നെ വെച്ച് മിക്സ് ചെയ്തിട്ട് അങ്ങ് എഴുതിയാൽ മതി. ഓഡിറ്റും വർക്ക് പ്ലേസ് ഇൻസ്പെക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട്, ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ ടേക്കിംഗ് ദ ഫയർ എക്സ്റ്റിങ്ഷർ, we can do both audit and inspection. For inspection we will be just checking അങ്ങനെ കാര്യങ്ങൾ, but for audit we will be checking ഇന്ന കാര്യങ്ങൾ എന്നിട്ട് പറഞ്ഞിട്ട് ഈ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പ്രിസൈസ് ആയിട്ടുള്ള ഒരു സംഭവത്തിന് മാത്രം വരുന്നതാണ്, ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു കാര്യത്തിൽ വരുന്നതാണ്. അങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്ത് എഴുതാന്നുള്ളൂ. അത് ജനറൽ ആയിട്ട് വരുന്നതാണ്. പെർട്ടിക്കുലർ ആയിട്ടുള്ള ബേസ്ഡ് ഓൺ ദ സിനാരിയോ അല്ലെങ്കിൽ റെലവന്റ് ഇൻഫർമേഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അത് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജനറൽ ആയിട്ട് നമുക്ക് എഴുതാം. പിന്നെ 10 മാർക്കുണ്ട്. അപ്പൊ അതിന് കണ്ടന്റ് ചേർക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ നമ്മൾ കുറച്ചും കൂടി ലൈക്ക് നമ്മുടെ ആ ഒരു സിനാരിയോ കുറച്ചും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് തേർഡ് പാർട്ടി ഓഡിറ്റേഴ്സ്. ഇതും ഡയറക്ട്ലി ആ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. ഇന്റേണൽ ഓഡിറ്റേഴ്സും എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സും ഉണ്ടല്ലോ, അഡ്വാൻറ്റേജസ്. അപ്പൊ ആ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സിന്റെ അഡ്വാൻറ്റേജസ് നമ്മൾ കൂട്ടി എഴുതാന്നുള്ളതാണ്. 5 മാർക്കുണ്ട്. അപ്പൊ അതിനെ നമ്മളൊന്ന് സെന്റൻസ് വൈസ് കുറച്ച് മാക്സിമൈസ് ചെയ്തിട്ട് എഴുതുക എന്നുള്ളതാണ് ആ ഒരു ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ടത്. ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് തേർഡ് പാർട്ടി ഓഡിറ്റേഴ്സ് എന്ന് പറയുന്നതിന്റെ അകത്ത് ചെയ്യേണ്ട കാര്യം എന്നുള്ളത്. റാദർ ദാൻ ഇന്റേണൽ വർക്കേഴ്സ് ഫോർ ക്യാരിങ് ഔട്ട് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഡിറ്റ് ഓഫ് മാനേജ്മെന്റ് സിസ്റ്റം. എന്തൊക്കെയാണ് അപ്പൊ ഇന്റേണൽ വർക്കേഴ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്തൊക്കെയാണ് തേർഡ് പാർട്ടി ഓഡിറ്റേഴ്സ് ചെയ്യുന്ന ബെനിഫിറ്റ്സ് എന്നുള്ളത്. ഇന്റേണൽ വർക്കേഴ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്തൊക്കെയാണ് തേർഡ് പാർട്ടി ഓഡിറ്റേഴ്സ് ചെയ്യുന്ന ബെനിഫിറ്റ് എന്നുള്ളത്. അതായത് എക്സ്റ്റേണൽ ഏജൻസീസ് ചെയ്യുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് അതാണ് അതിനകത്ത് എഴുതേണ്ടത്. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അത് 5 മാർക്കിനല്ലേ ഉള്ളൂ. അപ്പൊ ആ ഒരു ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റ് തന്നെ നമ്മൾ മാക്സിമം മിക്സ് ചെയ്തിട്ട് ഒന്ന് എലാബറേറ്റ് ചെയ്തിട്ട് എഴുതാന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നതാണ് ഐഡന്റിഫൈയിങ് ദ ഡാറ്റ യൂസ് ടു മോണിറ്റർ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പെർഫോമൻസ് എന്ന് പറയുന്നത്. ഐഡന്റിഫൈ ദ ഡാറ്റ യൂസ് ടു മോണിറ്റർ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പെർഫോമൻസ് എന്ന് പറയുന്നത്. അതായത് പെർഫോമൻസ് എന്ന് പറയുന്ന ഏതാ ചാപ്റ്റർ വരുന്നത്? പെർഫോമൻസ് എന്ന് പറയുന്നത് ഏതാ? റിവ്യൂ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പെർഫോമൻസ്. അതല്ലേ റിവ്യൂ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്നത്. അപ്പൊ റിവ്യൂ എന്ന് പറയുന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. റിവ്യൂ എന്ന് പറയുന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ റിവ്യൂവില് എന്താണ്? ഐഡന്റിഫൈ ദ ഡാറ്റ യൂസ് ടു മോണിറ്റർ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പെർഫോമൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഐഡന്റിഫൈ ദ ഡാറ്റ യൂസ് ടു മോണിറ്റർ ദ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ക്വസ്റ്റ്യന്റെ മീനിങ്?
ആ ഒരു ഏതൊക്കെ ഡാറ്റാസ് ആണ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റിവ്യൂ പെർഫോമൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ ഡാറ്റാസ് ആണ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റിവ്യൂ പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, അതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇതാണ് അതിന്റെ ആൻസർ വരുന്നത്. ഇഷ്യൂസ് ടു ബി കൺസിഡേർഡ് ഇൻ ദ റിവ്യൂ. ഇഷ്യൂസ് ടു ബി കൺസിഡേർഡ് എന്ന് പറയുന്നത് ഇത് തന്നെ, ഈ ഡാറ്റാസ് ഒക്കെയാണ് നമ്മൾ ഇതിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അബൌട്ട് ലീഗൽ കംപ്ലൈൻസസ്, ആക്സ്, ഇതൊക്കെ നമ്മുടെ ആ സിനാരിയോ ബേസ്ഡ് ഓൺ ദ സിനാരിയോ ഉള്ളി, അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടല്ലോ, ബേസ്ഡ് ഓൺ ദ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വൽ ആൻഡ് പ്ലാൻഡ് ഇൻ ദ സിനാരിയോ. വാട്ട് കുഡ് യു കളക്ട് ആൻഡ് യൂസ് ആസ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. അപ്പൊ ഈ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ കളക്ട് ചെയ്ത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് എഴുതണം. ഓക്കെ, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്താ പറയാ, ദീസ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഇൻഡിക്കേറ്റേഴ്സ്, ദീസ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഇൻഡിക്കേറ്റേഴ്സ്. അപ്പം ആ ഒരു സംഭവം അതാണ് എഴുതേണ്ടത്. ഈ ഒരു കണ്ടന്റ്സ് ഒക്കെയാണ് എഴുതേണ്ടത്. ലീഗൽ കംപ്ലൈൻസ്, അപ്പൊ ലീഗൽ റിലേറ്റഡ് ആയിട്ടുള്ള ലോസ്, റെഗുലേഷൻസ്, ഇപ്പൊ ഗവൺമെന്റ് റൂൾസ് റെഗുലേഷൻസ് ഒക്കെ സിനാരിയോയിൽ പറയുന്നുണ്ടല്ലോ, ആ ഒരു സംഭവം നമ്മൾ എടുത്ത് എഴുതാം. ആക്സിഡന്റ് ഇൻസിഡന്റ് ഡാറ്റ എന്ന് പറയുന്നത്, അപ്പൊ ഓഫീസിലൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് പാരഗ്രാഫിൽ, തേർഡ് പാരഗ്രാഫിൽ പറയുന്നില്ലേ, ബിസി ഓഫീസ് എൻവയോൺമെന്റിൽ അല്ലാത്തത് കൊണ്ട് ഇഞ്ചുറി, ആക്സിഡന്റ് ഡാറ്റ ഒക്കെ കുറഞ്ഞു. അപ്പൊ ആ ഒരു കണക്ട് ചെയ്തിട്ട് എഴുതാം അതിന്റെ ഡാറ്റാസ്. അപ്പൊ ആ ഒരു സംഭവം കണക്ട് ചെയ്തിട്ട് എഴുതാം. പ്രോപ്പർട്ടി ഡാമേജ്, ഈ അല്ലെങ്കിൽ ഈ ഒരു എക്സ്പ്ലനേഷനെ നമ്മുടെ ആ സിനാരിയോ ആയിട്ട് കണക്ട് ചെയ്യാന്നുള്ളത്. സേഫ്റ്റി ടൂർ സാമ്പിളിംഗ് ഒക്കെ പറയുന്നുണ്ടല്ലോ, മാനേജർ, സൂപ്പർവൈസർ ഒക്കെ സേഫ്റ്റി ടൂർ, മറ്റേ ബിഹേവിയർ ചേഞ്ചസ് നടത്താൻ വേണ്ടി സേഫ്റ്റി ടൂർ നടത്തും. അതിന്റെ ഡാറ്റാസ് നമ്മൾ കണക്ട് ചെയ്യാന്ന് പറയാം. ആബ്സെന്റ് സിക്നസ് ഡാറ്റ, ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആൾക്കാരും മീൻസ് ആബ്സെൻസ് ആവും, അങ്ങനെ. അപ്പൊ ഈ സംഭവങ്ങളെല്ലാം കൂടി ആ ഒരു സിനാരിയോ ആയിട്ട് കണക്ട് ചെയ്യുക. അതിനെ നമ്മൾ ഈ ഒരു പോയിന്റിനെയൊക്കെ തന്നെ, അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് കൊടുത്തിരിക്കുന്ന എക്സ്പ്ലനേഷനെയൊക്കെ തന്നെ നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ട് എഴുതുക എന്നുള്ളതാണ് അതിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത്. അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 7 എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 7 എന്ന് പറയുന്നത്. അതർ സോഴ്സസ്, ഈ സാധനങ്ങൾ, ക്വാളിറ്റി അഷുറൻസ്, പാർട്ടിസിപ്പേഷൻ ആൻഡ് കൺസൾട്ടേഷൻ, ഏതാ ആ ട്രെയിനിങ്ങിലും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പ്രസന്റേഷൻ, അപ്പൊ അതിന്റെയൊക്കെ പാർട്ടിസിപ്പേഷൻ, കൺസൾട്ടേഷൻ പറയാം. കംപ്ലൈന്റ്സ് കമ്മ്യൂണിക്കേഷൻ, എക്സ്റ്റേണൽ വർക്കർ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് കൺസൾട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, പിന്നെ വർക്കേഴ്സിനൊക്കെ മെയിൽ അയക്കുന്നുണ്ട്, അതൊരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് അല്ലേ. അപ്പൊ അതിന്റെയൊക്കെ ഡാറ്റാസ്, അതിന്റെയൊക്കെ റിപ്പോർട്ടൊക്കെയാണ് നമുക്ക് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് എഴുതുക. സോ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യേണ്ടത്.